ലാഭമായതെല്ലാം ഛേദമെന്നെണ്ണി ഏകാന്തമരുവിൽ ഞാൻ സുഖമായി ഉറങ്ങി. ഏകനായ എന്നെ സോദരർ തള്ളി. ലോകമെനിക്കതു യോഗ്യമല്ലാതായി തിരുമൊഴി കാതിൽ മുഴങ്ങി. തൻ സ്നേഹനദിയിൽ ഞാൻ മുങ്ങി. ക്രൂശിതനായവനെ നോക്കി സർവം മറന്നു വണങ്ങി. തൻ തേജസ്സിൽ ഞാൻ മയങ്ങി. എന്നുള്ളം തേങ്ങിക്കരഞ്ഞൊരു നാളിൽ എന്നെ ഒരു കാലത്ത് ലാഭമായി എന്നെ ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് വിജയട്രാവൻ എന്ന ഒരു വ്യക്തി കർത്താവിൻ്റെ ഒരു സ്നേഹത്തിൽ എന്താ പറയുക കുടുങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഈ പാട്ടുകളെല്ലാം ഇറങ്ങി രണ്ടാമത്തെ പാട്ടായിരുന്നല്ലോ അല്ലേ ഇത്? നമ്മൾ രണ്ടാമത്തെ ആൽബത്തിലെ എങ്ങനെയായിരുന്നു ഈ ഒരു പാട്ടിൻ്റെ ഒരു ഒരുക്കങ്ങൾ? ഇങ്ങനെ ഇത്രയും ആഴമായിട്ട് കർത്താവിൻ്റെ സ്നേഹത്തിൽ പിടിക്കപ്പെട്ട് എഴുതാൻ ഒരു സാഹചര്യം? അത് ആക്ച്വലി ലൈക്ക് ആദ്യത്തെ ആൽബം കഴിഞ്ഞിട്ട് ഞാനതൊരു മിനിസ്ട്രിക്ക് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് വേണ്ടി അതിൻ്റെ പ്രൊസീഡ്സ് കൊടുത്തായിരുന്നു. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു മാനുഷികമായ ഒരു പ്രതീക്ഷയായിരുന്നു അവർ വേണ്ടതെല്ലാം ചെയ്യുമെന്ന്. പക്ഷേ അവർ ഇന്നേ വരെ ഒന്നും ചെയ്തില്ല. കേരളത്തിലെ മിനിസ്ട്രി ആയിരുന്നോ? യെസ്. അപ്പോൾ അത് ചെയ്യാതിരുന്നത് കൊണ്ട് ഞാനാണെങ്കിൽ ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങുകയും ചെയ്തു. ലാഭമായത് എന്ന് കരുതിയത് ഛേദമെന്ന് എണ്ണിയിട്ടാണ് മിനിസ്ട്രിക്കായിട്ട് ഫുൾ ടൈം കൊടുത്തത്. എഴുതിയതാണ്. യെസ്. അല്ല, അത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് ഞാനൊരു 21 days ഫാസ്റ്റിംഗ് എടുത്തു. ആദ്യമായിട്ടാണ് 21 days ഫാസ്റ്റിംഗ് എടുത്തത്. അങ്ങനെ അതിൻ്റെ ലാസ്റ്റ് ദിവസം വരെ അങ്ങനെ ഒരു ദൈവസാമീപ്യവും ഒന്നും എനിക്ക് തോന്നിയില്ല, ഒരു ഇൻസ്പിറേഷൻ തോന്നിയില്ല. ഒരു ബ്രേക്ക് ത്രൂ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചതായിരുന്നു. പക്ഷെ അതിൻ്റെ അവസാന ദിവസത്തിൽ വെളുപ്പിനെ ഒരു 2 മണി സമയം പെട്ടെന്ന് ഒരു ദൈവസാന്നിധ്യം ഞാൻ അനുഭവിച്ചു. എൻ്റെ ആത്മാവിൽ ദൈവം സംസാരിക്കുന്ന പോലെ തോന്നി. വാട്ട് വാസ് പ്രോഫിറ്റബിൾ ടു യു, യു കൗണ്ട് ഇറ്റ് ആസ് എ ലോസ് ഫോർ മൈ സേക്ക്. ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. അപ്പോൾ ആ കാലഘട്ടങ്ങളിലും എന്നെ ഒത്തിരി സ്പർശിച്ച ഒരു വാക്യമാണ്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ ഇതാ ദൈവമാണ് എൻ്റെ ഹൃദയത്തിൽ തോന്നിക്കുന്നത് എന്ന ഒരു പൂർണ്ണ ബോധ്യം എനിക്കുണ്ടായിട്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഇതൊരു പാട്ടാണ്. പെട്ടെന്ന് ഇത് എഴുതാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ആദ്യത്തെ വരി എഴുതി. ലാഭമായതെല്ലാം ഛേദമെന്നെണ്ണി, ലാഭമായതെല്ലാം ഛേദമെന്നെണ്ണി, ഏകാന്തമരുവിൽ ഞാൻ സുഖമായി ഉറങ്ങി. ഏകനായ എന്നെ സോദരർ തള്ളി. അതൊക്കെ എഴുതുമ്പോൾ ഏകനായി എന്നെ എന്നായിരുന്നു ആദ്യം എഴുതിയത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, അത് ആരെയും ബ്ലെയിം ചെയ്യണ്ട. ആദ്യം എഴുതിയത് ഏകനാക്കി എന്നെ എന്നായിരുന്നു. പിന്നത്തേതിൽ അത് ഏകനായി എന്നാക്കി. ഏകനാക്കിയവരെ കുത്തണ്ടെന്ന് വിചാരിച്ചു. ഏകനായി എന്ന് പറഞ്ഞപ്പോൾ അതിനകത്തും അതൊരു ഫുള്ളല്ലാന്ന് തോന്നി. ഏകനായ എന്ന് വന്നപ്പോൾ കറക്റ്റായെന്ന് തോന്നി. അതൊന്ന് ആ 1 മാസത്തേക്ക്
ഈ കോൺഫ്ലിക്റ്റ് ആയിരുന്നു. ഏകനാക്കിയെന്ന് വേണോ, ഏകനായി എന്ന് വേണോ, ഏകനായ എന്ന് വേണോ. എന്നത്തെയും പോലെ ഈ പാട്ടിറങ്ങിയപ്പോഴും വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ആ, വിവാദങ്ങളല്ലേ ഉള്ളൂ. അങ്ങനെ അതിപ്പോൾ എന്തെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ ഇന്നത്തെ വിവാദം ഉണ്ടാക്കുന്ന നെഗറ്റീവ് ക്രിറ്റിക്സ് ഇപ്പോഴും കണ്ടാൽ ഇവൻ ബെൽസബൂബാണെന്നേ പറയൂ. പിന്നീട് ലിറിക്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തി? ഇല്ല, മാറ്റം വരുത്തിയില്ല. അപ്പം ഇത് ഏകനായ എന്നെ സോദരർ തള്ളി എന്ന് പറയുമ്പോഴേക്കും അതിനൊരു പർപ്പസ് ഉണ്ടെന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ മിനിസ്ട്രിയിൽ ഇറങ്ങിക്കഴിയുന്നവർ ഏകാന്തതയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് അതൃപ്തി ഉണ്ടാവും, നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും, നമ്മൾ ശ്വാസം മുട്ടിപ്പോവും. പക്ഷേ ഈ ഏകാന്തതയിൽ വെച്ചാണ്, നിൻ്റെ പത്മോസിൽ വെച്ചാണ് യോഹന്നാൻ യേശുവിനെ കാണുന്നത്. അതൊരു വേറെ ആരും കണ്ടിട്ടില്ലാത്തതുപോലെ, അന്നേ വരെ കണ്ടിട്ടില്ലാത്തതുപോലെ കാണുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയാണ്, അതിൻ്റെ കോറസാണ്. അതുകൊണ്ട് തിരുമോഴി കാതിൽ മുഴങ്ങി തൻ സ്നേഹനദിയിൽ ഞാൻ മുങ്ങി ക്രൂശിതനായവനെ നോക്കി സർവം മറന്നു വണങ്ങി തൻ തേജസ്സിൽ ഞാൻ മയങ്ങി. ഇങ്ങനെയാണ് ഏകാന്തതയിൽ മരുവിലൊക്കെ കിടന്നുറങ്ങിയത്. നീ എപ്പോഴും ഏകാന്തതയെ കൊന്നൊന്നും കളഞ്ഞില്ല. എന്നെ ജീവിപ്പിച്ചത് കർത്താവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും എല്ലാമായിരുന്നു എന്ന് അപ്പോൾ ഒന്ന് ഗ്രഹിക്കാനായിട്ട് സാധിച്ചായിരുന്നു. ഇപ്പോഴത്തെ പാട്ടുകൾ, പല പാട്ടുകളും ജീവിക്കുന്നില്ല. അതിന് കാരണം അത് ജീവിതത്തിലുണ്ടായ സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയപ്പോൾ എഴുതാതിരുന്നതുകൊണ്ട് പാട്ടുകൾ പെട്ടെന്ന് മരിക്കുന്നു. ചിലപ്പോൾ ഭയങ്കര ഹിറ്റായിട്ട് ഒരു കൊല്ലം നിൽക്കും, 2 കൊല്ലം നിൽക്കും, പിന്നെ ആർക്കും ഒന്നും തോന്നുന്നില്ല. കാരണം പാട്ട് എഴുതിയതാണ്. പാട്ടിലെ ജീവൻ ജനിപ്പിച്ചില്ല. പാട്ട് ജനിപ്പിക്കണം. ഇതൊരു പ്രസവവേദനയാണ്. അതെ, പാട്ടുകാരൊത്തിരി ഉണ്ട്, എഴുതുന്നവരില്ല. അപ്പോൾ അതൊരു വലിയ ഒരു ഇന്നത്തെ തലമുറയോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുണ്ട്. നിങ്ങൾ പാട്ടുകൾ എഴുതണം. ആരൊക്കെയോ എഴുതിയത് കൊണ്ടാണ്. ഇപ്പം നമ്മുടെ എല്ലാം ഈ പാട്ടുകളൊക്കെ നമ്മുടെ 2 ആൽബത്തിലും പാട്ടുകൾ കുഞ്ഞുങ്ങൾ ഉറങ്ങാനായിട്ട് താരാട്ടുപാട്ട് പോലെ അമ്മമാർ വർഷങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഈ അടുത്തും ബാംഗ്ലൂർ വെച്ച ഒരു പയ്യനെ കണ്ടു. അവൻ്റെ അമ്മയപ്പനും വന്നിട്ട് പറഞ്ഞു, ഇവൻ ഉറങ്ങണമെങ്കിൽ കരുണാമയൻ വെക്കണമായിരുന്നു. അവനിപ്പോൾ 20 വയസ്സായി. അപ്പോൾ കുറേ വർഷങ്ങൾ അവൻ ഉറങ്ങിയപ്പോൾ കേട്ടത് ഈ പാട്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും വിമർശിക്കുന്നവർക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരെ അങ്ങ് വെറുതെ വിട്ടേക്ക്. നമ്മൾ കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിലെല്ലാം അനുഭവങ്ങളായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എപ്പിസോഡ് ഇറങ്ങിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക്? നല്ല ഒരു അഭിപ്രായമാണ്, നല്ല ഒരു റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ചിലരൊക്കെ ഇങ്ങനെ പാട്ടും കൂടെ പാടിയായിരുന്നെങ്കിൽ ലൈവ് പാടാൻ കേൾക്കാൻ ഇഷ്ടമാണ്. നമ്മളോടും ആവശ്യപ്പെട്ടു കുറച്ച് ലൈവായിട്ട് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റിയില്ല. പിന്നെ ഇതാണ്, ഇങ്ങനത്തെ പാട്ടുകൾ വരുമ്പോൾ നമുക്കൊരു കഥ പോലെ പറയാനുണ്ട്. അപ്പോൾ അന്ന് രാത്രിയിലുണ്ടായ ഒരു അനുഭവമാണ്. ലോർഡ് സെഡ്, ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. നീ ഇങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെ ചെയ്യാം എന്ന ഒരു ബോധ്യം എൻ്റെ ഉള്ളിൽ വന്നു. അത് പെട്ടെന്ന് തന്നെ പാട്ടായിട്ട് എഴുതാൻ തുടങ്ങി. രാവിലെ 6 മണി വരെ ഞാൻ എഴുതിയപ്പോൾ ഇതിൻ്റെ 2 ഭാഗങ്ങൾ എഴുതി. അത് 2ാമത്തെ ഭാഗം വേഴ്സ് എഴുതിയപ്പോൾ എന്നുള്ളം തേങ്ങിക്കരഞ്ഞൊരു നാളിൽ എന്നരികിൽ യേശു വന്നു തലോടി, എന്നെ അനാഥനായി വിടുകില്ലെന്നരുളി, നാഥാ നീ സാധുവേ മാറോടണച്ചു, തിരുമോഴി കാതിൽ മുഴങ്ങി. അപ്പം ഇത് രാവിലെ ആയപ്പോഴേക്കും ക്ഷീണം കൊണ്ട് 6 മണിയായപ്പോൾ പാട്ടെഴുത്ത് നിർത്തി ഉറങ്ങി. പക്ഷെ വിശ്വസിച്ചു, ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ് മീ. പിറ്റേ ദിവസം രാവിലെ 9 അന്ന് തന്നെ 6 മണി കഴിഞ്ഞിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ
ഒരു മധു എന്ന് പറയുന്ന ഒരു പ്രിയ സ്നേഹിതൻ വിളിച്ചു. അദ്ദേഹം എൻ്റെ ആദ്യത്തെ ആൽബത്തിൻ്റെ 100 CD-കൾ വാങ്ങിച്ച് കുവൈറ്റിൽ തൻ്റെ കമ്പനിയുടെ പേരായിരുന്നു നോർത്ത് ഫീൽഡ്സ്. പുള്ളി ബ്രദർ റജുവും കൂടെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ 100 CD വാങ്ങിച്ച് എല്ലാവർക്കും കൊടുത്തു. എൻ്റെ ക്ലയൻസ് ലോകത്തിലുള്ള പല രാജ്യക്കാരുണ്ട്. ഇപ്പം എന്നെ കാണുമ്പോൾ അവർ ചോദിക്കുന്നു എപ്പോഴാണ് അടുത്ത ആൽബം ഇറങ്ങുന്നത്, എന്തുകൊണ്ടാണ് അടുത്ത ആൽബം ഉണ്ടാക്കാത്തത്? ഇതൊരു 20 വർഷം മുമ്പാണ്. 20 വർഷത്തിന് മുമ്പല്ലേ? 20 വർഷത്തിന് മുമ്പ്. അത് 2003 അത് സംഭവിച്ചത്. അപ്പോൾ എന്നോട് ചോദിച്ചു, കരുണാമയന് എന്തുകൊണ്ടൊരു വീഡിയോ ഇല്ല? എന്നെ വന്ന് 12 മണിക്ക് കാണാൻ പറഞ്ഞു. 12 മണിക്ക് ചോദിച്ചപ്പോൾ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, മധു പറഞ്ഞു, ഇങ്ങനെ ഞാൻ എൻ്റെ സകല വണ്ടികളിലും എല്ലാം കമ്പ്യൂട്ടറുകളിലും ഈ CD കിടപ്പുണ്ട്, അതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പാട്ട് വരുമ്പോൾ ഞാൻ വണ്ടി നിർത്തും, എന്നിട്ട് കേട്ടിട്ട് കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഇതിന് വീഡിയോ ഇല്ലാത്തതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം ഞാനിങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടി നിൽക്കുക, പിന്നെ ഞാൻ ചെയ്യുമ്പോൾ അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അന്നത്തെ ചിലവ് 10 lakhs ആവും. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാനത് സ്പോൺസർ ചെയ്യാം, ഒരു കോസ്റ്റ് കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ബോംബെയിലേക്ക് പോയി. അവിടെ ചെന്ന് അഡ്വർടൈസിങ് ഏജൻസികളുമായിട്ടുള്ള ബന്ധത്തിലാണല്ലോ ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ ആ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്ത് C. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. അദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിനൊരു കോസ്റ്റ് ഗോവയിൽ ചെയ്യാൻ വേണ്ടി 13.5 lakh ആവുമെന്ന് പറഞ്ഞു. പക്ഷേ ഭയങ്കര മഴയായിരുന്നു ഒരു മാസത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോകാൻ പറ്റിയില്ല. അപ്പോൾ പുള്ളി വെറുതെ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ പോയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നമ്മുടെ സ്പോൺസറിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കാം. സ്പോൺസറിൻ്റെ അടുത്ത് ചോദിച്ചു. സ്പോൺസർ പറഞ്ഞു, എനിക്ക് ഒരു ദിവസം ഞാനും എൻ്റെ ബ്രദർ റജുവും കൂടെ ഞങ്ങൾ സംസാരിക്കട്ടെ, അപ്പോൾ ഞാനൊരു ആൻസർ പറയാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പുള്ളി വന്നിട്ട് പറഞ്ഞു, സൗത്ത് ആഫ്രിക്കയിൽ പൊക്കോ. സൗത്ത് ആഫ്രിക്കയിലെ കോസ്റ്റ് വളരെ കൂടുതലായിരുന്നു. പക്ഷേ അങ്ങനെ ദൈവം പറഞ്ഞ വാക്ക് ദൈവം നിവർത്തിച്ചു. ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു എന്ന് കർത്താവ് പറഞ്ഞു എന്ന് എനിക്ക് ബോധ്യമായി. അതൊരു ഇമാജിനേഷൻ ആയിരുന്നില്ല. അത് ഏതാനും 2-3 മാസത്തിനകത്ത് അത് MTVയിൽ വന്നു, ചാനൽ വിയിൽ വന്നു, ന്യൂസിൽ വന്നു, ഒരുപാട് ചാനലുകളിൽ ഇപ്പോഴും പ്ലേ ചെയ്യാറുണ്ട്. അപ്പോൾ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന 10-25 കൊല്ലമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ആയി മാറാൻ തക്കവണ്ണം ദൈവം സഹായിച്ച ഒരു പാട്ടാണത്. ഇത്രത്തോളം എന്നെ സ്നേഹിപ്പതിനായി ഞാൻ യോഗ്യനല്ല എൻ യേശുവേ നാഥ, ഞാനാകുന്നതെല്ലാം കൃപയാലാകുന്നു, എൻ പുകഴ്ച യേശുനാഥനാകുന്നു. തിരുമൊഴി കാതിൽ മുഴങ്ങി, തൻ സ്നേഹനദിയിൽ ഞാൻ മുങ്ങി, ക്രൂശിതനായോനെ നോക്കി, സർവം മറന്നു വണങ്ങി, തൻ തേജസ്സിൽ ഞാൻ മയങ്ങി. ഇങ്ങനെ പാടുമ്പോൾ എൻ്റെ മനസ്സിലെ ഈ വർഷിപ്പ് ലീഡേഴ്സായിട്ട് വരുന്നവരോട് സിജി എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ഈ ഹൂ ഇസ് എ ലീഡർ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയ ഒരു സിറ്റുവേഷനുണ്ട്. ലീഡർ രണ്ടിലും, അത് മിനിസ്ട്രിയിലും വേർഷിപ്പിലും ഉണ്ട്. പക്ഷേ ഇഫ് വി ഡോണ്ട് ലീഡ് അവർ സെൽഫ് ടു ദ ലോർഡ്, നമ്മൾ തന്നെ ഓരോ പ്രാവശ്യവും ദൈവത്തിങ്കിലേക്ക് നോക്കുന്നില്ല എങ്കിൽ, നമ്മൾ മറ്റുള്ളവരെ അങ്ങോട്ട് നോക്കിയാൽ മതി, യേശുവിനെ നോക്കിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഹൃദയം ചലിക്കത്തില്ല. നമ്മൾ പറയുന്നത് വെറുതെ വൃഥാ വാക്കുകൾ പോലെയാണ്. എല്ലാവരും കൈയടിക്കാൻ പറയുമ്പോൾ കൈയടിക്കും, എല്ലാവരും ചാടാൻ പറയുമ്പോൾ ചാടും, അല്ലെങ്കിൽ തുള്ളാൻ പറയുമ്പോൾ തുള്ളും, പാടാൻ പറയുമ്പോൾ പാടും. ജനത്തിന് പലപ്പോഴും കിട്ടുന്നത് സംഗീതമായിരിക്കും, പാട്ടായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രധാന ചോദ്യമാണ്,
നിനക്ക് കൊടുക്കാൻ യേശുവുണ്ടോ? നീ യേശുവിനെയാണോ കൊടുക്കുന്നത് അതോ പാട്ടാണോ കൊടുക്കുന്നത്? കാരണം പാട്ട് കൊടുക്കാനാണെങ്കിൽ ഒരു സെക്യുലർ സിംഗറിനും ഏത്തിയസ്റ്റിനും ആൻറ്റി ക്രിസ്ത്യനും എല്ലാം പാട്ട് ഇഷ്ടമാണ്. അത് ബ്രദർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പ്യുവർ വർഷിപ്പ്. അതും കൂടി ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ എന്താണ് അതിനകത്തുള്ള ദൈവത്തിൻ്റെ ഒരു പ്ലാന്? പ്യുവർ വർഷിപ്പ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? അങ്ങനെ ഒരു പ്യുവർ വേർഷിപ്പ് എന്ന് പറയുന്നത് ദ കോൺസെപ്റ്റ് ഓഫ് വേർഷിപ്പ് ദാറ്റ് ഐ ആം ഇൻസ്പയർഡ് ഈസ് റോമാലേഖനം 12:1-2 ആണ്. യു സീക്ക്, അതിനകത്ത് കൂടെ പറയാനുള്ളത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ടു സീക്ക് ദ വിൽ, പെർഫെക്റ്റ് വിൽ ഓഫ് ഗാഡ്. അപ്പോൾ സീക്ക് എന്നുള്ളത് ദൈവത്തിൻ്റെ കമാൻഡ്മെൻറ്റ്. സീക്ക് മൈ ഫേസ്, എൻ്റെ മുഖം അന്വേഷിപ്പിൻ എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്. അപ്പോൾ ആ കൽപ്പന അനുസരിക്കുമ്പോൾ ദൈവമുഖം അന്വേഷിക്കുന്നു. ദൈവമുഖം അന്വേഷിക്കുമ്പോൾ ദൈവ ശബ്ദം കേൾക്കുന്നു. സ്ക്രിപ്ചർ ധ്യാനിക്കുവാനിടയാകുന്നു. അപ്പോൾ അതിലൂടെ ദൈവഹിതം നമ്മെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായതും എല്ലാ രീതിയിലുമുള്ള പെർഫെക്റ്റ് വില്ല് മനസ്സിലാകുന്നു. പെർഫെക്റ്റ് വില്ലുമുണ്ട്, പെർമിസീവ് വില്ലുമുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ദൈവം ഒരു മെഷീനായിട്ടല്ല മനുഷ്യനെ ഉണ്ടാക്കിയത്. He has given us the freedom of choice. നിനക്ക് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ ചെയ്താൽ കോൺസിക്വൻസസ് ഇങ്ങനെ ഉണ്ടാവും. അപ്പം നമ്മൾ പെർഫെക്റ്റ് വില്ല് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടതിന് നമുക്ക് തന്നെത്താൻ ത്യജിക്കേണ്ടി വരും. തന്നെത്താൻ ത്യജിക്കേണ്ടി വരുമ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്നാണ്. അപ്പോൾ പുതിയ സൃഷ്ടിയാകുന്ന ഒരാൾ കോൺസ്റ്റൻ്റായിട്ട് ദൈവമുഖം അന്വേഷിച്ച് കോൺസ്റ്റൻ്റായിട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടി വരുന്നു. നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ വേർഷിപ്പിനകത്ത് കൂടെ നമ്മളത് ആരും പെർഫെക്റ്റ് അല്ല. പക്ഷേ അവൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിനായി സമർപ്പിച്ചാൽ മാൻനീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എന്ന് പറയുന്നത് പോലെ പാടുന്നയാൾ അല്ലെങ്കിൽ ജീവിക്കുന്നയാൾ, ശിഷ്യരായിട്ടുള്ളവർ, ദൈവമക്കൾ, നമ്മൾ ദൈവമുഖം അന്വേഷിക്കുമ്പോൾ ദൈവഹിതം വെളിപ്പെടുന്നു. ദൈവഹിതം വെളിപ്പെടുമ്പോൾ നമ്മുടെ ഹിതം വേണ്ട എന്ന് വെച്ച് തന്നെത്താൻ ത്യജിച്ച ക്രൂശ് എടുത്ത് അവനെ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടുന്നത് കൊണ്ട് മനസ്സിന് ശരീരത്തോട് പറയാൻ പറ്റും, ഇല്ല, നിൻ്റെ ഇഷ്ടമല്ല, ജഡത്തിൻ്റെ ഇച്ഛ നിവർത്തിക്കാനല്ല. വർഷിപ്പ് എന്നുള്ളത് ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ്. അത് ദൈവത്തിന് പ്രസാദമായ യാഗമായി തീരുക എന്നുള്ളത്. വർഷിപ്പ് എന്ന് പറഞ്ഞാൽ പലരുടെയും വിചാരം സൺഡേ മോർണിംഗ് വർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ചടങ്ങാണ്. അതിൽ 1 മണിക്കൂർ എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പോൾ 3 ഫാസ്റ്റ് പാട്ട്, 3 അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടതല്ലേ? 3 ഫാസ്റ്റ് പാട്ട്, പിന്നെ 3 മീഡിയം ഫാസ്റ്റ് സോങ്, 3 സ്ലോ സോങ്, 1 മൈനർ സ്കെയിൽ. അപ്പോഴേക്കും വർഷിപ്പ് തീർന്നു. പക്ഷേ ആക്ച്വലി പാട്ടെന്നുള്ളത് ഇൻറ്റേർണൽ വർഷിപ്പിൻ്റെ ഒരു ഔട്ട്വേർഡ് റിഫ്ലക്ഷൻ മാത്രമാണ് എന്ന് പാടുന്നവരെല്ലാവരും ഗ്രഹിക്കുകയും പാടുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിലൂടെ ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ് പുറത്തു വരും. ബിക്കോസ് ക്രൈസ്റ്റാണ് പാട്ടിൻ്റെ സെൻറ്ററെങ്കിൽ ക്രൈസ്റ്റ് കോൺഷ്യസിനാൽ പാടുന്നയാളും കേൾക്കുന്നയാളും നിറയും. ഇപ്പോൾ ഒരു പാട്ടുകാരനെ സംബന്ധിച്ച് ഇപ്പം ഞാനൊക്കെ 10,000 പേര് 1,00,000 പേരൊക്കെ നിൽക്കുന്നിടത്ത് സെക്യുലർ ക്രൗഡിൻ്റെ ഫ്രണ്ടിൽ അനേക നൂറുകണക്കിന് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമും ഇപ്പോഴത്തെ പ്രോഗ്രാം വ്യത്യാസം എന്ന് പറഞ്ഞാൽ അന്ന് നമ്മുടെ കഴിവ് തെളിയിക്കാൻ, നമ്മുടെ മിടുക്ക് തെളിയിക്കാനൊക്കെയാണ് പാടുന്നത്. പക്ഷേ ഇപ്പോൾ യു ആർ സിംഗിങ് ടു ആക്സസ് ദ ത്രോൺ ഓഫ് ഗോഡ് ബൈ ഫെയ്ത്ത്. അപ്പോൾ ആ ഒരു ഇൻറ്റേർണൽ മൂവ് നമ്മുടെ ശരീരത്തിൽ നിന്നും ആത്മാവിൽ നിന്നും മനസ്സിൽ നിന്നും ദൈവസന്നിധിയിൽ എത്തുമ്പോൾ, ദൈവസാന്നിധ്യം വരുമ്പോൾ He comes on, He descends from above to dwell on the praises of His people. അവൻ സ്തുതികളിന്മേൽ വസിക്കുന്ന കർത്താവ്. പക്ഷേ എല്ലാ അധരത്തിനും സ്തുതിക്കാം. എല്ലാ ഹൃദയവും ദൈവത്തിന് കൊടുക്കാതെയും അധരം കൊണ്ട് സ്തുതിച്ച്
കർത്താവിനെ വേണമെങ്കിൽ പറ്റിക്കാം, പക്ഷേ അത് നടക്കുന്ന കേസല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഹൃദയം ദൈവത്തിന് സമർപ്പിക്കേണ്ടി വരുമ്പോൾ യഥാർത്ഥമായ വർഷിപ്പ് കൊണ്ട് ദൈവപ്രസാദം ഉണ്ടാകുന്നു, നമുക്ക് ആത്മീക വർധനം ഉണ്ടാകുന്നു. ആ ആത്മീയ വർധന മുഖാന്തരം ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നു, ട്രാൻസ്ഫോർമേഷണൽ വർഷിപ്പ്. അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ ഈ ലിവിങ് സാക്രിഫൈസ് എന്നുള്ള ഒരു കാര്യം, അപ്പോൾ അത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലേക്കൊക്കെ പോവും. ഇസഹാക്കിനെ യാഗം കഴിക്കുന്ന കാര്യമാണ് ആരാധനയായിട്ട് വെളിപ്പെടുന്നത്. അതുപോലെ തന്നെ ലെവിറ്റിക്കസ് 1st ചാപ്റ്ററിനകത്തും യാഗം കഴിക്കുമ്പോൾ മൃഗത്തിൻ്റെ തൊലി ഉരിക്കും, രക്തമെല്ലാം ഊർന്നു പോകും. അപ്പോൾ ഇത് പിന്നെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്ന നമ്മളിപ്പോൾ ഒത്തിരി ബ്രാൻഡ്, അപ്പോൾ ഞാനൊക്കെ ബ്രാൻഡുകൾക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഒരു ബ്രാൻഡാകാനൊക്കെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ ബ്രാൻഡിലൂടെ ക്യാരി ചെയ്യേണ്ടത് ബ്രാൻഡ് മാർക്സ് ഓഫ് ജീസസ് ആണ് എന്ന് വരുമ്പോൾ അതൊരു യാഗമായി തീർന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒറ്റപ്പെടും, നമ്മൾ പല സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകും. പക്ഷേ നമ്മുടെ ഏകാന്തതയിൽ നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ പാടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പാട്ടുകൾ പാടുമ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ ഒരു, ഇപ്പം അമേസിങ് ഗ്രേസ് എന്ന പാട്ട് ഒരു 1,000,000 തവണയൊക്കെയാണ് അമേരിക്കയിൽ മാത്രം ഒരു കൊല്ലത്തിൽ പാടുന്നത്. 1,000,000 ടൈംസ്. അതാണ്ട് ഒരു കണക്കെടുത്തപ്പോൾ ഒരു 1,000,000 ടൈംസ് ഒക്കെയാണ്. അപ്പോൾ ആര് പാടിയാലും Amazing grace, how sweet the sound. അപ്പോൾ ഭയങ്കര അത് ജോൺ ന്യൂട്ടൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയ ഒരു പാട്ടായതുകൊണ്ട് അങ്ങനെ ഒരു ബ്യൂട്ടി. അത് പർപ്പസ് ഓഫ് വേർഷിപ്പ് ഇസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് വരുമ്പോൾ നമ്മൾ പാട്ട് എഴുതുന്നതും കമ്പോസ് ചെയ്യുന്നതും പാടുന്നതും എല്ലാം ഇൻറ്റേർണൽ വേർഷിപ്പ് ദൈവം മുൻപാകെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയും കോൺഗ്രിഗേഷണൽ വേർഷിപ്പിനകത്ത് ദൈവസാന്നിധ്യം വരുന്നതിന് നമ്മുടെ വ്യക്തിപരമായ ഇൻറ്റിമസി, അതാണ് മെയിനായിട്ട് വരുന്ന ഒരു കാര്യം. നമ്മൾ പലപ്പോഴും വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. പ്രത്യേകിച്ച് വർഷിപ്പിലുള്ളവരെല്ലാം പറയാറുണ്ട്, വാഗ്ദത്തമുണ്ട്, ഞാൻ വെയിറ്റ് ചെയ്യാണ്, കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അങ്ങനെ പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്, സമയമായിട്ടില്ല, കർത്താവ് എന്നോട് സംസാരിച്ചാണ്. പക്ഷേ പലപ്പോഴും അത് പിന്നെയൊന്നും ആ ഒരു ഇതിലേക്ക് വരാൻ പറ്റാതെ വന്നിട്ടുണ്ട് പല കുട്ടികളും. അത് അവർക്ക് നമ്മളൊരു ട്രെയിനിങ് കൊടുക്കാത്തത് കൊണ്ട്. അപ്പം മ്യൂസിക്കിനൊരു ട്രെയിനിങ് ആവശ്യമാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നീട് കുട്ടികളൊന്നും അങ്ങനെ അതിലേക്ക് വരാതെ പോകുന്നത്? അല്ല, ഒരു മ്യൂസിക് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല മ്യൂസീഷ്യൻ ഫോമായി ഒരു ആൾക്കാരെ മ്യൂസിക്കലി മാത്രം ഇമ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അയാളൊരു ചൈൽഡ് പ്രോഡിജി എന്നൊക്കെ പറഞ്ഞതുപോലെ വെറുതെ വാ തുറന്നാൽ സംഗീതം ഒഴുകുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ നല്ല അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കേൾക്കുന്നവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന, അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു സംഗീതജ്ഞനാകുക. അതിൻ്റെ സംഗീതം എന്ന ഭാഗം മാത്രം എടുത്താൽ തന്നെ 7 കൊല്ലം തൊട്ട് 8 കൊല്ലം വരെ പിടിക്കും. അപ്പോൾ ഭയങ്കരമായിട്ട് അവർ ഒരു 6-7 മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഇട്ടാണ് ആ നിലയിൽ വരുന്നത്. ഇപ്പോൾ പിള്ളേർക്ക് പക്ഷേ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ, സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഇവരുടെ മുഖഭാവം മാറി. പിന്നെ അവരങ്ങ് സൂപ്പർ സ്റ്റാറുകളായി മാറുവാണ്. പലപ്പോഴും പറയാറുണ്ടല്ലോ, വെയിറ്റ് ആൻഡ് ബി പേഷ്യൻ്റ് എന്ന്. എനിക്ക് തോന്നുന്നു പലപ്പോഴും ബ്രദർ തന്നെ പറഞ്ഞിട്ടുണ്ട്. യെസ്, പേഷ്യൻസ്. പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്, പല കാര്യങ്ങൾക്ക് വേണ്ടിയാണോ കാത്തിരിക്കുന്നത്, അതോ കർത്താവിന് വേണ്ടിയാണോ കാത്തിരിക്കുന്നത്? ഇതൊരു വലിയ സന്ദേശമാണ്. നിനക്ക് വേണ്ടത് കർത്താവിൻ്റെ കയ്യിലുള്ള കുറച്ച് അനുഗ്രഹങ്ങളും കാത്തിരിപ്പുമാണോ? അതിനായിട്ടാണോ നീ കാത്തിരിക്കുന്നത്, അതോ നീ അവൻ്റെ മുഖം കാണാനാണോ കാത്തിരിക്കുന്നത്? അപ്പം മുഖം അന്വേഷിക്കുന്നവർ ഇതൊരു കഷ്ടത തന്നെയാണ്, ഈ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വൈൻ പ്രസ് അനുഭവമാണ്. അപ്പോൾ ആ ഞെരുക്കത്തിലൂടെ വരുമ്പോൾ, പക്ഷേ ആ നെഗറ്റിവിറ്റിയിൽ നമ്മൾ ഒരു ജോൺ എന്ന അപ്പോസ്തലൻ ഒറ്റയ്ക്ക് നിന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയൊരു ഭാഗ്യം വേറെ ആർക്കും കിട്ടിയില്ല. യേശു അവിടെ വെളിപ്പെട്ടതുപോലെ വചനത്തിൽ വേറെ എവിടെയും നമ്മൾ വായിക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു യേശുവിനെ കാണാനും എഴുതാനും
അത് എഴുതാൻ അത് പൗലോസിന് പോലും പറ്റിയില്ല. പക്ഷേ പൗലോസിനോട് കർത്താവ് പറഞ്ഞു, നീ കാണുന്നതെല്ലാം എഴുതണ്ടെന്ന് പറഞ്ഞു. പക്ഷേ യോഹന്നാനോട് പറഞ്ഞു, നീ എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഒരു കാത്തിരിപ്പ് ആണ് നമ്മളെ രൂപപ്പെടുത്തുന്നത്, നമ്മുടെ ക്യാരക്ടറിനെ രൂപപ്പെടുത്തുന്നത്, നമുക്ക് ദീർഘക്ഷമ ഉണ്ടാകുന്നത്, സഹിഷ്ണുത ഉണ്ടാകുന്നത്. ഞാനൊക്കെ ഒത്തിരി പെട്ടെന്ന് ദേഷ്യം വരുന്നയാളും ഒട്ടും സഹിഷ്ണുതയില്ലാത്തയാളും മീഡിയോക്രിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് പിച്ച് ഔട്ടാണെങ്കിലും കൊള്ളാം, അല്ലെങ്കിൽ അത് നമുക്കൊട്ടും പറ്റാത്തൊരു കാര്യം. ഇൻജസ്റ്റിസ്, ആൾക്കാരുടെ ഇൻജസ്റ്റിസ്, വേറെ ആൾക്കാർ ചെയ്യുന്നു. ഞാനതൊക്കെ ഒത്തിരി പ്രതികരിക്കുന്നയാളായിരുന്നു. പക്ഷേ നമുക്കുണ്ടായ തള്ളപ്പെടലുകളിലൂടെ നമുക്ക് നേടിയത് സഹിഷ്ണുതയായിരുന്നു, ഒരുപാട് ദീർഘക്ഷമയായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഏതാണ്ട് യേശുവിൻ്റെ അത്ര എത്തിയിട്ടില്ല, ആ ഭാവം വെളിപ്പെട്ടിട്ടില്ല. പക്ഷേ പ്രോഗ്രസ് ഉണ്ട്. നേരത്തേതിനെക്കാട്ടും ഞാൻ സ്നാനമേറ്റ ദിവസത്തേക്കാൾ ഞാൻ എത്രയധികം യേശുവിനെ പോലെ ആകുന്നതിൽ വിജയിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ദൈവത്തിൻ്റെ സാക്ഷ്യമാണ്. ഹാനോക്കിനെ ഇങ്ങോട്ട് കയറി പോരാൻ പറയുന്ന കർത്താവ്. ഇനി 300 വർഷം നടന്നില്ല, നീ തിരിച്ച് ആദാം നഷ്ടമാക്കിയത് എൻ്റെ കൂടെ നടന്ന് നീ തിരിച്ച് പിടിച്ചിരിക്കുന്നു, ഇനിയിപ്പോൾ നീ ഇങ്ങ് പോര് എന്ന് പറയുന്ന. അപ്പോൾ റിസറക്റ്റഡ് ക്രൈസ്റ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഈനോക്ക് മാറിയതുപോലെ നമ്മളും മാറാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. പക്ഷേ സ്റ്റിഫ് നെക്ഡ് ആണെങ്കിൽ അനേകർക്ക് മാറാൻ പറ്റുന്നില്ല. അവിടെയാണ് വചനം ജഡമായി തീർന്നതുപോലെ നമ്മൾ വായിക്കുന്ന വചനം നമ്മളിൽ ജീവനായി തീർന്നാൽ അപ്പോൾ അത് ദൈവത്തിന് സഹിഷ്ണുതയുണ്ട്, ഒരായുസ് മുഴുവൻ തന്നേക്കുക. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും കൂട്ടായ്മയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ബൈബിൾ വായിക്കുന്നതും എല്ലാം സ്ക്രിപ്ചറിൻ്റെ പവർ അറിയാൻ വേണ്ടിയാണ്. അപ്പം അതിന് കൂട്ടായ്മകളും ആരാധനകളും ഒക്കെ സഹായകരമാണ്. ഒരാൾ ഡിസ്കറേജ്ഡ് ആയിട്ടിരിക്കുമ്പോൾ, ഒരാൾ എൻകറേജ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാൾ പാടുമ്പോൾ ഡിസ്കറേജ്ഡ് ആയിട്ടിരിക്കുന്ന ആളിന് ഒരു എൻകറേജ്മെൻറ്റ് വരും. അപ്പോൾ ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ് സ്പ്രെഡ് ചെയ്യുവാണ്. അതാണ് ആരാധനയുടെ പർപ്പസ്. പലപ്പോഴും നമ്മൾ ലോകത്തെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മളിലൊരു മാറ്റം വരുന്നില്ല. നമ്മളിൽ മാറ്റം വരാതെ ഒരു പെർഫോമൻസിന് വേണ്ടി പാടുന്നൊരു ടൈമാണ് നമ്മളിപ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും അതും if we want to change the world, then we need to change ourselves first. And അത് ഒരു ദിവസം കൊണ്ട് മാറുന്ന ഐറ്റമൊന്നുമല്ല, നമ്മൾ വർഷങ്ങളെടുക്കും. അപ്പോൾ വർഷങ്ങൾ തന്നേക്കുമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ, നമ്മൾ പെർഫെക്റ്റ് അല്ലാത്ത ആൾക്കാരായതുകൊണ്ട് നമ്മളെ ഒഫൻഡ് ചെയ്യുന്നവരോടും ഒരു ക്ഷമ കാണിക്കാനും ഒക്കെ. കാരണം ദ ബ്രാൻഡ് മാർക്ക് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് തന്നെ സഹനമാണ്. ദ ക്രോസ് ആൻഡ് ഹൗ യേശുവ എൻഡ്യൂർഡ് ദ ക്രോസ്. അപ്പോൾ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവാനാണല്ലോ ദൈവവചനം പറയുന്നത്. വല്ലാത്തൊരവസ്ഥയിൽ പാഴും ശൂന്യവുമായി കിടന്ന എൻ്റെ ഒരു പാട്ട് ഇറങ്ങിയായിരുന്നല്ലോ. അത് ഏത് വർഷമായിരുന്നു? അതും ഇതിൻ്റെ ഈ ആൽബത്തിൻ്റെ ഒപ്പം ഇറങ്ങിയ ഒരു പാട്ടാണ്. ആ പാട്ട് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായത്, അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ 1991 കൽക്കട്ടയിൽ ചെന്നു. ശിവ എന്ന് പറഞ്ഞ റോക്ക് ബാൻഡിലായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ 3 ബാൻഡുകളാണ് ഉണ്ടായിരുന്നത്. 13AD, റോക്ക് മെഷീൻ, ശിവ കൽക്കട്ടയിലായിരുന്നതുകൊണ്ടും കൽക്കട്ടയിൽ ഒരുപാട് ക്ലബ്ബുകളുള്ളതുകൊണ്ടും പിന്നെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളാണ് റോക്ക് മ്യൂസിക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൺസ്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് നമുക്കൊരു ഫ്ലൈറ്റ് എടുത്ത് പോയാൽ മതി. അപ്പോൾ ആ റീജിയൻ കാരണം ദ ബിസിയസ്റ്റ് ബാൻഡ് എന്ന് പറയുന്നത് ശിവയായിരുന്നു. ഒരു മാസത്തിൽ നമുക്ക് 5 to 6 പ്രോഗ്രാംസ് എങ്കിലും ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ ബാൻഡിൻ്റെ പ്രോഗ്രാമിൽ എനിക്ക് കിട്ടിയത് 5,000 റുപ്പീസായിരുന്നു. 5,000 റുപ്പീസ് കിട്ടിയപ്പോൾ, ആദ്യമായിട്ട് കിട്ടിയപ്പോൾ എൻ്റെ മുഖത്തൊക്കെ ഒരു ചിരി വന്നായിരുന്നു. അത് എങ്ങനെ മറച്ചു പിടിക്കാനൊന്നും പറ്റുന്നില്ല. കാരണം ആദ്യമായിട്ടാണ് 5,000 രൂപയൊക്കെ ഇങ്ങനെ കയ്യിൽ കിട്ടുന്നത്. 1991 അപ്പോൾ അവിടുത്തെ ഒരു ലോക്കൽ ഹീറോമാരിയൊക്കെ ആയി. ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ ഒരു 4-5 പേര് വരും. അങ്ങനത്തെ ഒക്കെ ഒരു രീതിയായിരുന്നു. നമ്മുടെ പ്രൊഫൈലെല്ലാം മാറി.
പക്ഷേ ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു പനി അടിച്ചു. ആ സമയത്ത് അവിടെ ഒരു സെറിബ്രൽ മലേറിയ പടരുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് മലേറിയ പിടിച്ചിട്ടുണ്ടെന്ന ഒരു തോന്നൽ പോലെ റൂംമേറ്റ്സിന് തോന്നി. അപ്പം ഒരു ഡോക്ടറെ കൊണ്ടുവന്നു. രാത്രി 12 മണിക്കാണ് അദ്ദേഹം വന്നിട്ട് ഒരു മരുന്ന് കഴിക്കാൻ തന്നു. അത് കൽക്കട്ടയിലുള്ളവർക്ക് അറിയാം, ആ മരുന്ന് ഒരു പ്രിവെൻറ്റീവായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ്. ഞാനത് കഴിച്ചു. അത് ക്ലോറോക്വിൻ ഉള്ള ഒരു മരുന്നാണ്. അത് ക്ലോറോക്വിൻ എന്ന് പറഞ്ഞാൽ കറുപ്പിൽ നിന്നുണ്ടാക്കുന്ന ഒരു മെഡിസിനാണ്, ലൈഫ് സേവിങ് ഡ്രഗാണ്. പക്ഷേ അത് ഒരു 10,000 പേരിൽ ഒരാളിലൊക്കെ റിയാക്ട് ചെയ്യും ഇഫ് യു ഡോണ്ട് ഹാവ് മലേറിയ. അപ്പോൾ എനിക്ക് റിയാക്ട് ചെയ്തു. റിയാക്ഷൻ ഉണ്ടാകുന്നത് ഹാലൂസിനേഷനാണ്. അപ്പോൾ ഒരു വട്ട് പിടിച്ച പോലെ ഞാനൊരു 3 ആഴ്ചയോളം കടുത്ത പനിയും അങ്ങനെ ഒരു വല്ലാത്ത സ്റ്റേറ്റിൽ വന്നു. ആദ്യം കിട്ടിയ നന്മയെല്ലാം അങ്ങ് പോയി. അതെ. അപ്പോൾ ഞാൻ 1 മാസം കൽക്കട്ടയിലില്ലായിരുന്നു. പക്ഷേ എനിക്ക് 1 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ മുതൽ ഐ വാസ് ലൈക്ക് പെർഫെക്റ്റ്ലി ഓക്കെ. മറ്റേതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഹോസ്റ്റലിലാണ് താമസിച്ചത്. അവരുടെ ഗസ്റ്റ് റൂമിലാണ് താമസിക്കുന്നത്. ഹോസ്റ്റലിൽ ഇതുണ്ടായ സമയത്ത് ഞാൻ സെക്രട്ടറിയുടെ അടുത്ത് ചെന്നായിരുന്നു. സെക്രട്ടറി ഒരു 10,000, അന്ന് 100-ൻ്റെ നോട്ടാണ്, 10,000 രൂപ എണ്ണിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഇത് യു ഡോണ്ട് നീഡ് ദിസ് എന്ന് പറഞ്ഞിട്ട് ഇത് ജനലിൽ കൂടെ വലിച്ചെറിഞ്ഞു. അപ്പോൾ ആ കോമ്പൗണ്ടിൽ മുഴുവൻ ഈ 100 നോട്ട് ഇങ്ങനെ പരന്നു. ഭാഗ്യത്തിന് ആരും എടുത്തുകൊണ്ടൊന്നും പോയില്ല. സെക്രട്ടറിക്ക് തിരിച്ചു കൊണ്ടേ കൊടുത്തു. പക്ഷേ ആ വലിച്ചെറിഞ്ഞത് ഒരു ചില്ല് ജനലയുടെ സൈഡിൽ കൂടെ ആയിരുന്നു. അത് പോരാത്തതിന് അവിടെ ചെന്ന് ആ ജനൽ തള്ളു വെച്ച് കൊടുത്തു. അത് താഴെ വീണ് പൊട്ടി. ഭയങ്കര ഒരു പ്രോബ്ലം പിടിച്ച സമയം ഉണ്ടാക്കി. മെയിൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു അതെ ഹാലൂസിനേഷൻ ഉണ്ടായിട്ട്. അപ്പം നമുക്ക് എന്താ തോന്നുന്നത്, മലേറിയയുടെ പുറകെ വന്നതാണ്. മലേറിയ ഉണ്ടായതിനു ശേഷം വന്നതാണ്. അതെ അതെ അതെ. അപ്പം ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോട്ടാണ് എന്നെ കൊണ്ടുപോയത്. ഒരു ഫിസിഷ്യനും സൈക്കാട്രിസ്റ്റും. അപ്പോൾ പുള്ളിയും വിചാരിച്ച് ഇത് വട്ടായി പോയി എന്ന് വിചാരിച്ചിട്ട് മരുന്ന് തന്നായിരുന്നു. അപ്പോൾ മരുന്ന് ബേസിക്കലി ഡൗണേഴ്സാണ് തന്നത്. അപ്പോൾ നമ്മൾ എന്ത് കഴിച്ചാലും ഇങ്ങനെ ഡൗണായിട്ടിരിക്കും. പക്ഷേ അത് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞു, ഈ മരുന്ന് കഴിക്കുമ്പോൾ ഇങ്ങനെ ഡ്രൗസി ആയിട്ട് ഫീൽ ചെയ്യുന്നു, ഇതെന്തിനാണ് ഞാൻ കഴിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇനി ഒറ്റ മരുന്നും കൊടുക്കണ്ട. ഹീ ഈസ് പെർഫെക്റ്റ്ലി ബാക്ക് ഇൻ ഹിസ് സെൻസസ്. സോ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ, ഇഫ് യു വോണ്ട് ടു സ്പീക്ക് ടു സം വൺ ഹി ക്യാൻ സ്പീക്ക്, ലെറ്റ് ഹിം സ്പീക്ക്. അപ്പോൾ ഉഷാദുപ്പൊക്കെ ആയിട്ട് 1 മണിക്കൂറൊക്കെ സംസാരിക്കും. ഈ സമയത്തൊന്നും പ്രാർത്ഥിക്കണമെന്നൊരു തോന്നൽ അല്ല. അപ്പോൾ അപ്പച്ചനും അമ്മയൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പച്ചൻ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നുകൊണ്ട് അതുകൊണ്ട് ഇത് ഈ ഹീലിംഗ് പ്രോസസ്സ് ആക്സിലറേറ്റായി. മറ്റേതെന്ന് പറഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നേരെ സൂര്യനെ നോക്കിയിട്ട്, എടാ നിനക്ക് നോക്കാൻ പറ്റുമോ സൂര്യൻ, ഞാൻ നോക്കി കാണിക്കാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കണ്ണിനൊക്കെ പ്രശ്നമുണ്ടായി, ഓർമ്മയ്ക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ അതെല്ലാം ദൈവം റിക്കവർ ചെയ്തു, ദൈവം സഹായിച്ചു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ മടങ്ങി ആ ബാൻഡിൽ ചെല്ലുമ്പോൾ അവർ വിചാരിക്കുന്നത് ഇവന് തലയ്ക്ക് വട്ടാന്നാണ്. അവരതൊരു അവസരമായിട്ടെടുത്തു. എന്നിട്ട് വേറൊരാളെ എനിക്ക് പകരം നിയമിച്ചു. അപ്പോൾ അയാളുടെ സിംഗിങ് അത്രയും പോരായിരുന്നു. ഞാൻ ആ ബാൻഡിന് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ചെന്നത് പിന്നെ ബാൻഡ് കുറേ കൂടി പോപ്പുലറായി, പ്രത്യേകിച്ച് സദേൺ സ്റ്റേറ്റ്സിലേക്ക്. ഇപ്പം കേരളത്തിൽ തന്നെ 2 പ്രാവശ്യം 3 പ്രോഗ്രാം ചെയ്തു. അവർക്കതൊരു പ്രോഗ്രാമായിരുന്നു, റിപ്ലേസ് ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മൾ ആകെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറയാണ്, നിനക്ക് ഇനി 5,000 രൂപയോ അല്ലെങ്കിൽ 10,000 രൂപ വരെ ലഭിക്കുമായിരുന്നു ഒരു പ്രോഗ്രാമിന് ഒരാൾക്ക്. അത് പറയുകയാണ്, ഇനിയിപ്പോൾ ഫ്ലാറ്റ് റേറ്റ് 2,000 റുപ്പീസ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ലൈക്ക് ഐ ഡു എനിത്തിങ് റോങ്, ഐ ഹാഡ് എ പ്രോബ്ലം, ഐ കെയിം ബാക്ക്. പക്ഷേ ഇത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ നിൽക്കുന്നില്ല, നിങ്ങളുടെ പുതിയ പാട്ടുകാരനുമായിട്ട് പൊക്കോ, എനിക്ക് ഇങ്ങനെ നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ബാൻഡ് വിടുവാന്ന് പറഞ്ഞു. പക്ഷേ ബാൻഡ് വിടുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ബാൻഡില്ല. അത്രയും നല്ല മ്യൂസീഷ്യൻസിനുമായിട്ട് ഒരു ബാൻഡ് ഉണ്ടാക്കുന്ന, ബിക്കോസ് ദേ വർ ലൈക്ക് റിയലി വേൾഡ് ക്ലാസ് മ്യൂസീഷ്യൻസ് അതിനകത്തുണ്ടായിരുന്നു.
അപ്പോൾ നമ്മളൊന്നുമല്ലാത്ത അങ്ങായിപ്പോവാണ്. അപ്പോൾ ഉണ്ടായ ഒരു ചിന്തയാണ് പാഴും ശൂന്യവുമായി എന്നുള്ള. അപ്പോൾ അത് ഓർത്തിട്ട് എഴുതിയ ഒരു പാട്ടാണ് പാഴും ശൂന്യവും. നമുക്കത് ലൈവായിട്ട് കേൾക്കാം. യെസ്, അത് ലൈവായിട്ട് ഒന്ന് പാടാം. പാഴും ശൂന്യവുമായി കിടന്ന വെറുമിരുളായിരുന്ന എന്നെ യേശുവൻ മരണത്തിനാലേ തന്നുയിർപ്പിൻ ശക്തിയാലേ ജീവിപ്പിക്കുന്ന സ്വർഗപിതാവേ, നിൻ കൃപാമഹത്വത്താലേ തൃപ്പാദം ഞാൻ കുമ്പിടുന്നേ. ജീവപുസ്തകത്തിൽ നിന്നുമെൻ്റെ പേരു മാഞ്ഞു പോയിടാതെ എന്നും കുഞ്ഞാടിനെ പിൻഗമിപ്പാൻ പരിശുദ്ധാത്മാവിനാൽ എന്നെ മുദ്രയിട്ടു സൂക്ഷിക്കും പിതാവേ, നിൻ കൃപാമഹത്വത്താലേ തൃപ്പാദം ഞാൻ വന്ദിക്കുന്നേ. എൻ്റെ ആത്മാവും ദേഹം ദേഹിയും തൻ്റെ മഹനീയ സ്നേഹത്തെ വാഴ്ത്തും. എൻ്റെ സർവാന്തരംഗവും പാടും തൻ തിരുപാദം ചുംബിക്കും. തൻ തിരുപാദം ചുംബിക്കും. ലോകെ കഷ്ടം ദുഃഖം പ്രയാസങ്ങൾ എന്നെ യേശുവിൻ സ്നേഹത്തിൽ നിന്നും ഒരു നാളും വേർപിരിയാതെ ആത്മാവിൽ സന്തോഷത്തോടെ അന്ത്യത്തോളം നടത്തും പിതാവേ, നിൻ കൃപാമഹത്വത്താലേ നിൻ പാദം ഞാൻ ചുംബിക്കുന്നേ. എൻ്റെ ആത്മാവും ദേഹം ദേഹിയും തൻ്റെ മഹനീയ സ്നേഹത്തെ വാഴ്ത്തും. എൻ്റെ സർവാന്തരംഗവും പാടും തൻ തിരുപാദം ചുംബിക്കും. തൻ തിരുപാദം ചുംബിക്കും. തൻ തിരുപാദം ചുംബിക്കും. തൻ തിരുപാദം, ഓ തൻ തിരുപാദം ചുംബിക്കും. യേശുവാ, ഹല്ലേലൂയ, യേശുവാ. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയല്ലേ, അങ്ങനെ ഒരു വരി അതിനകത്തുണ്ടായിരുന്നു. അങ്ങ് അത്രയും വരെ പോകാനുള്ളൊരു സാഹചര്യം. നമ്മളെ ഈ ലോകത്തിൽ ജീവിക്കുന്നു, നമ്മളാണെങ്കിൽ പെർഫെക്റ്റായി തീർന്നിട്ടുമില്ല. നമ്മളെല്ലാം വൾണറബിൾ ആണ്. കിട്ടിയ വർക്കെല്ലാം നമുക്ക് പോവുകയും ചെയ്തു. യെസ്, ഐ മീൻ നമ്മൾ ജീവിച്ചു വന്ന ഒരു സാഹചര്യമല്ല, പുതിയൊരു സാഹചര്യം. അപ്പോൾ അതിനകത്ത് വിശ്വാസത്താൽ ജീവിക്കാൻ, ഐ മീൻ ആദ്യത്തെ 5,000 പിന്നെ 2,000 ആയി. അതെ 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 അതെ. പിന്നെ അങ്ങനെ അതൊരു വലിയൊരു
വലിയൊരു ട്രയൽ തന്നെയായിരുന്നു. സോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അതിൽ നിന്ന് അങ്ങനെയുള്ളൊരു ബാൻഡിൻ്റെ കൂടെയുള്ള, പിന്നെ ഒരു ബാൻഡിൻ്റെ കൂടെ മാത്രമേ പിന്നെ അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതൊരു അത്രയും നല്ല ബാൻഡായിരുന്നില്ല. ഫയർഫ്ലൈ ആൽബത്തിൽ പിന്നെ എത്ര പാട്ടുകൾ ഇറങ്ങി? ആ രണ്ടാമത്തെ ആൽബത്തിൽ അതിനകത്ത് 10 പാട്ട് ഇറക്കിയായിരുന്നു. ആദ്യത്തേനകത്ത് 8 പാട്ടിറക്കി. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് പാട്ടാണ്. അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. ഈ ബാൻഡ് വിടുമ്പോൾ ഉണ്ടാവുന്ന, കാരണം വേറെ എങ്ങും പോകാനില്ല, വേറെ ഒരു ബാൻഡ് ഇന്ത്യയിലില്ല. ഐ മീൻ അത്രയും നല്ല മ്യൂസീഷ്യൻസ്. പിന്നെ 2 ബാൻഡാണുള്ളത്, അവർക്ക് പാട്ടുകാരും ഉണ്ടല്ലോ. ഐ മീൻ അപ്പോൾ പക്ഷേ ഈ സമയത്തെല്ലാം കൽക്കട്ടയിലായിരുന്നു. കൽക്കട്ടയിലായിരുന്നു. ഞാൻ ആക്റ്റീവ് വർഷിപ്പർ ആയിരുന്നില്ല, പക്ഷേ പാസീവ് ആയിരുന്നു. ഐ മീൻ അകലം വിട്ട് നടക്കുന്ന പൗലോസ്, പത്രോസ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞതുപോലെ ഞാൻ അവിടെ AG ചർച്ചിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. സൺഡേ ഒക്കെ പോവും. നല്ല മെസ്സേജൊക്കെ ആണെങ്കിൽ നിശ്ചയമായിട്ടും ഒരു ഓൾട്ടർ കോൾ ഒക്കെ കേട്ടാൽ ഞാൻ പോയി നിൽക്കും, പ്രാർത്ഥിക്കും. അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ മുടിയൊക്കെ ഒത്തിരി നീട്ടിയ സിജിയുടെ അത്രയും മുടി എനിക്കും ഉണ്ടായിരുന്നു. എന്നെക്കാളെന്ന് പറ. ആ ബാക്കി ആൽബത്തിൽ വന്ന ബാക്കി പാട്ടുകളുടെ എല്ലാം ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? ഇതെല്ലാം ഇങ്ങനെ ഓരോരോ പാട്ടുകൾ എഴുതിയതും, പിന്നെ ഒരു പാട്ടാണ് യേശു എന്നെ സ്നേഹിച്ചതിനാൽ എന്നുള്ള ഒരു സോങ്. അത് ഈ പാട്ടുകൾ ഞാനൊരു മിനിസ്ട്രിക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു വിചാരമായിരുന്നു, ദൈവം എന്നെ ഒരു സോങ് ഫാക്ടറി ആക്കും എന്നുള്ളൊരു, കാരണം എനിക്ക് എഴുതാനറിയാം, പിന്നെ കമ്പോസ് ചെയ്യാനറിയാം, പാടും. അപ്പോൾ ഇതെല്ലാം കൂടെ ദൈവം ആഗ്രഹിക്കുന്നത് ഇങ്ങനെ പാട്ടുകൾ. പക്ഷേ പിന്നീടാണ് ആഴത്തിൽ മനസ്സിലാവുന്നത് അങ്ങനെയല്ല, നമ്മളൊരു പാട്ടാകുക എന്നുള്ളതാണ്. നമ്മളാകുന്ന ആരാധനയിലൂടെ, പ്രാർത്ഥനയിലൂടെ, ഭക്തിയിലൂടെയൊക്കെ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മളാകുന്ന പാട്ട് കേൾക്കാൻ വേണ്ടിയാണ് യേശു ക്രൂശിക്കപ്പെട്ടത് എന്ന ഒരു ആരാധ്യനായ കർത്താവിനെ ആരാധിക്കാൻ ആ നിലയിൽ നമുക്ക് പറ്റുമ്പോൾ നമ്മളൊരു പാട്ടാകുവാണ്. അപ്പോൾ he will say like your face is lovely, your voice is wonderful എന്ന് നമ്മൾ സോങ് ഓഫ് സോളമണിലൊക്കെ വായിക്കുന്നത് പോലെ ദൈവത്തിന് പ്രിയരായ പാട്ടുകാരുണ്ട്. ആ സമയത്തൊക്കെ വലിയൊരു അഹങ്കാരം തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ശബ്ദം പോയിട്ട് വന്നതുകൊണ്ട്. കാരണം നമ്മൾ സെക്യുലറിൽ പാടുമ്പോൾ വേറെ ബാൻഡുകളുടെ ഒപ്പം, ഞങ്ങളുടെ ഒപ്പം ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് പാടാറുണ്ട്. അപ്പോൾ അവർ പാടുന്ന ഉടനെ ഞങ്ങളെ ബാൻഡ് തന്നെ ബാക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഉത്തരവാദിത്തമാണ്. അവർ പാടിക്കഴിഞ്ഞ് കഴിയുമ്പോഴും പിന്നെയും നമുക്ക് വീണ്ടും ചിലപ്പോൾ 2 മണിക്കൂർ വീണ്ടും ഉണ്ടാവും. ഈ സെക്യുലറിൽ പറഞ്ഞാൽ, ഈ സെക്യുലറിൽ പാടിയിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഓൺ സ്റ്റേജ് ഡിസിപ്ലിൻ മൊത്തത്തിലൊരു മാറ്റം വരുത്തേണ്ടി വന്നില്ലേ? അതൊരു ഇൻറ്റേർണൽ ട്രാൻസ്ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വലിയൊരു ബുദ്ധിമുട്ടില്ല. ഐ മീൻ പക്ഷേ അന്നും നമ്മുടെ we have to be humble even if we are in secular field also. ജാട കാണിച്ച് അവിടെയും പണി കിട്ടാറുണ്ട്. ഐ മീൻ അതുകൊണ്ട് നമ്മൾ പക്ഷേ റെസ്പോൺസിബിലിറ്റി, ബിക്കോസ് സംബഡി ഈസ് പേയിങ് യു ടു എൻ്റർടൈൻ ദം. അപ്പോൾ അത് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു എപ്പോഴും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നിട്ട് നമ്മൾ പാടാൻ നേരത്ത് പെർഫോമൻസ് ക്വാളിറ്റിയെ പറ്റി നമ്മൾ ഒത്തിരി വറീഡാണ്. ഐ മീൻ അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ബെസ്റ്റ് അവിടെയും ജനത്തിനാണ് കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ബെസ്റ്റ് ജനത്തിന് ലഭിക്കുമായിരിക്കും. പക്ഷേ ഇറ്റ്സ് ലൈക്ക് വി ആർ മിനിസ്റ്ററിങ് ടു ഗോഡ് ഓൾസോ. കർത്താവും പലപ്പോഴും ദുഃഖിക്കാറുണ്ട്. മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ ദൈവം പാപം ചെയ്തപ്പോൾ കർത്താവ് ദുഃഖിച്ചു എന്ന് പറയുന്ന പോലെ പലപ്പോഴും കർത്താവിനും പല ദുഃഖങ്ങളുള്ളത് നമുക്കറിയത്തില്ല. അപ്പോൾ ദെൻ വി ആർ സേയിങ് നോ, നീ പറഞ്ഞത് ഞാൻ ഓർക്കും, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് നീ നിന്നോട് തന്നെ പറഞ്ഞു. പിന്നെ അത് എന്നോട് പറഞ്ഞു, പിന്നെ ലോകത്തോട് പറഞ്ഞു, പിശാചിനോട് പറഞ്ഞു. സോ ബിക്കോസ് ഓഫ് യുവർ ഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് ബിക്കോസ് ഓഫ് യുവർ മെർസി ഐ വിൽ ലിവ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം തണുപ്പിക്കാനും
നമ്മുടെ ജീവിതം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒക്കെ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു ചിന്ത. നമ്മൾ സെക്യുലറിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരു ടീമിനെ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്, ഒരു സ്പിരിച്വൽ ഇതിന്. അതിനെന്തെങ്കിലും വെല്ലുവിളി? അത് വെല്ലുവിളിയായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബെഞ്ച് മാർക്ക് ഓൾറെഡി മ്യൂസിക്കലി ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് പിടിച്ച് കഴിഞ്ഞായിരുന്നു. അതിലേക്ക് ചർച്ചിൻ്റെ പിള്ളേരെ കയറ്റിക്കൊണ്ടുവരുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അതിന് പ്രധാനമായിട്ടും പാസ്റ്റേഴ്സ് എൻകറേജ് ചെയ്യാത്തതുകൊണ്ടും ഇപ്പോൾ ഒരു നല്ല എമൗണ്ട് കൊടുക്കുന്ന ഒരാളുടെ മകളായിരിക്കും പാടുന്നത്. അപ്പോൾ പാസ്റ്റർ വിചാരിക്കും അവൾ കറക്റ്റ് സമയത്ത് പ്രാക്ടീസിന് വന്നില്ലെങ്കിലും ചർച്ചിൽ കൂടുതൽ എമൗണ്ട് കൊടുക്കുന്ന ആളാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ അവർ അങ്ങനെയുള്ള അല്ലെങ്കിൽ പ്രശസ്തനായ ഒരാളിൻ്റെ മകനായിരിക്കും വർഷിപ്പ് ലീഡർ അല്ലെങ്കിൽ പാട്ടുകാരൻ. അപ്പോൾ അവർ 10 മണിക്ക് തുടങ്ങുന്ന മീറ്റിങ്ങിന് വരുന്നത് 10:30-ക്കായിരിക്കും. അപ്പോൾ അത് അവരെ ഡിസിപ്ലിൻ ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ട് മീഡിയോക്രിറ്റി ചർച്ചിനകത്ത് വരും. നമ്മൾ മറന്നു പോകരുതാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സെബാസ്റ്റ്യൻ ബാക്ക് അല്ലെങ്കിൽ ബീത്തോവൻ, മൊസാർട്ട്, ഇവരെല്ലാം ചർച്ചിൻ്റെ ആൾക്കാരായിരുന്നു. അപ്പോൾ ചർച്ചാണ് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിക് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയതാണ്. എത്രയോ സെഞ്ച്വറീസ് കഴിഞ്ഞിട്ടും ഇപ്പോൾ അത് പഠിക്കേണ്ടി വരുവാണ്. സെബാസ്റ്റ്യൻ ബാക്കിനൊക്കെ 20 മിനിറ്റോളം ഉള്ള കണ്ടാട്ടോസ് എല്ലാ ആഴ്ചയിലും ഉണ്ടാക്കണമായിരുന്നു. എന്ന് വെച്ചാൽ ലോങ് ഒരു സോങ് എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ അത് എഴുതണം, അത് ഉണ്ടാക്കണം, അത് ഓർക്കസ്ട്ര പഠിപ്പിക്കണം, പിള്ളേരെ പഠിപ്പിക്കണം, എന്നിട്ട് പ്രസൻറ്റ് ചെയ്യണം. സെബാസ്റ്റ്യൻ ബാക്കിനെ കുറിച്ച് പറയുന്നത് പുള്ളി ഭയങ്കര ശുണ്ഠിയുള്ള ആളായിരുന്നു. ഈ ഹേറ്റഡ് മീഡിയോക്രിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ക്ലാസിക് സൗണ്ടുകളും കോമ്പോസിഷൻസും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ചർച്ചിനകത്തെ ഉണ്ടായ ദ പാഷൻ ഫോർ ക്രൈസ്റ്റ് എന്നുള്ള റിഫ്ലക്ഷനായിട്ട് മ്യൂസിക് വന്നപ്പോൾ ക്ലാസിക്സ്, ടൈംലെസ്നെസ് ഒക്കെയാണ് ഉണ്ടായത്. ഇപ്പോൾ പാട്ട് എഴുതുമ്പോൾ ഇവാലുവേറ്റ് ചെയ്യുവാനായിട്ട് നമ്മളിപ്പോൾ AI പറഞ്ഞാൽ ഒരു 30 കാര്യങ്ങളൊക്കെയാണ് AI പറയുന്നത്. അതിനകത്ത് ടൈംലെസ്നെസ് ഉണ്ട്, പ്രൊഫൗണ്ട്നെസ് ഉണ്ട്, ഗ്രാമറുണ്ട്, തോട്ട് ഫ്ലോ ഉണ്ട്, തിയോളജി ഉണ്ട്. അങ്ങനെ നമ്മൾ എടുത്തു നോക്കുന്ന ഉടനെ 30 കാര്യങ്ങളൊക്കെയാണ് ഒരു പാട്ട് ഒരു ടൈംലെസ് ആണ്, ഒരു നല്ല പാട്ടെന്ന് AI പോലും പറയുന്നത്. അതിൻ്റെ ഒരു 10 ഔട്ട് ഓഫ് 10 കിട്ടാനായിട്ട് നല്ല പണിയാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നത് നമുക്കൊരു വെല്ലുവിളിയാവുമോ മ്യൂസീഷ്യൻസിന്? അത് ഇതിൻ്റെ ഒത്തിരി ഡിസ്കഷൻസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ പലരും പേടിച്ചിരിക്കുകയാണ് ഇനി. കാരണം ഇപ്പോൾ പാട്ട് എഴുതുന്ന ആൾക്കാർ റിയലായ ശബ്ദങ്ങൾ വേണ്ടാന്നായി. റിയലായ ശബ്ദങ്ങൾ വേണ്ടെന്ന് പറയുമ്പോഴും ഈ റിയൽ അല്ലാത്ത ശബ്ദം കൊണ്ട് ലോകം നിറഞ്ഞു കഴിയുമ്പോഴേ ഭയങ്കര ഒരു ബോറടി ഉണ്ടാവും. കാരണം നമ്മളിപ്പോൾ ഒരു പാട്ട് എഴുതുവാണെങ്കിൽ ഇപ്പോൾ ChatGPT അല്ലെങ്കിൽ മെറ്റ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് AI ഉണ്ട് ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാനായിട്ട്. പക്ഷേ അത് ഹെൽപ്പാണ്, ഒരു റെഫറൻസ് പോയിൻ്റാണ്. ഇപ്പം നമ്മൾ എഴുതുന്ന ഒരു പാട്ടിൻ്റെ ഒരു ലൈനിന് നമുക്ക് 1000 പാരാഫ്രൈസിങ് കണ്ടുപിടിക്കാം. പക്ഷേ അതിൽ ഒന്നുപോലും നമ്മുടേതായിരിക്കത്തില്ല. അതൊന്നും എൻ്റെ ബേബിയല്ല. അപ്പോൾ ഇത് പാട്ട് ജനിപ്പിക്കാനായിട്ട് അതൊരു ക്രൈസിസ് ആണ് ഇപ്പോൾ. അപ്പോൾ അത് നമുക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും എഴുതി റിഫൈൻ ചെയ്തെങ്കിൽ മാത്രമേ പറ്റുന്നുള്ളൂ. പക്ഷേ ഇതൊക്കെയായിട്ടും പാട്ടുകൾ ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഞാനൊരു മീറ്റിങ്ങിൽ പോയപ്പോൾ ഞാൻ ചോദിച്ചു, പാട്ട് എഴുതുന്നവരുണ്ടോ? അങ്ങനെയുള്ളൊരു മുമ്പോട്ട് വന്നാൽ പ്രാർത്ഥിക്കാം. പാടുന്നവരുണ്ടെന്ന് ചോദിച്ചപ്പോൾ കുറേ പേര് പാടുന്നവരെല്ലാം മുമ്പോട്ട് വന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ സങ്കടം തോന്നി. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് റൈറ്റേഴ്സാണ്, തിങ്കേഴ്സ്. അപ്പോൾ തിങ്കേഴ്സ് ഇല്ലേ, തലയ്ക്കകത്തൊന്നും ഇല്ലേ, അടുത്ത ജനറേഷന് കൊടുക്കാൻ ഒന്നും ഇല്ലേ എന്നുള്ളൊരു. അപ്പോൾ അതുകൊണ്ട് ഈ ജനറേഷനിൽ അതിനായിട്ട് ഗിഫ്റ്റ് ഉള്ളവർ എഴുതി അടുത്ത ജനറേഷന് കൊടുക്കണം. ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ പാട്ട് എഴുതുമ്പോൾ പക്ഷേ നമുക്ക് പാട്ട് എഴുതിയിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യാം. ഇപ്പം ഞാനൊക്കെ റൈറ്റിംഗ് കോച്ചസിനെ ഹയർ ചെയ്തിട്ടുണ്ട്, കാനഡയിൽ നിന്നും UK എന്നൊക്കെ. ഒരു ബുക്കൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് എഴുതാൻ AIയുടെ സഹായം തേടാം. ഇപ്പോൾ റൈറ്റിംഗ് കോച്ചായിട്ട് നമുക്ക് AI വരുന്നു. അപ്പോൾ നമുക്ക് എഴുതാനുള്ള വേഗത കൂടും. പക്ഷെ അപ്പോഴും പാട്ട് ജനിപ്പിക്കൽ
നടക്കൂല. സ്കൂൾ കുട്ടികൾ വരെ തീർച്ചയായിട്ടും AI ആശ്രയിച്ച് ഓരോന്ന് സെർച്ച് ചെയ്യാൻ പക്ഷെ തുടങ്ങി. അപ്പോൾ അത് പിന്നീട് വരുമ്പോഴേക്കും ഹു ആർ യു, വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ, how did you design a song, what was so special about it? പക്ഷെ നമ്മുടെ കുട്ടികൾ തയ്യാറാവുന്നുമില്ല. അത് തയ്യാറാവുന്നില്ലാത്തതുകൊണ്ട് നല്ല നല്ല പാട്ടുകളും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇത് സഹായകരമാണോ എന്ന് ചോദിച്ചാൽ സഹായകരമായിട്ട് തീരാൻ അവർ ശ്രമിക്കുന്നില്ല. അപ്പോൾ AI ലെവൽ നല്ലതാണ്, അതിൻ്റെ അടുത്ത ലെവൽ വന്നാലേ അടുത്ത ജനറേഷൻ ഇനി എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ പറയും ഇപ്പം ഞാൻ ഈ അടുത്തൊരു പാട്ട് എഴുതി, അപ്പോൾ ഒരാഴ്ചയോളം ഇരുന്നിട്ട് ഒരാൾ പാടാൻ വേണ്ടി കൊടുത്തതാണ്. പക്ഷേ അപ്പം ഞാൻ അയാളെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, ഇത് ഞാനിങ്ങനെയൊക്കെയാണ് എഴുതിയത്, ഞാൻ എഴുതുന്നതെല്ലാം AI ചോദിക്കും, ഇത് കൊള്ളാമോ, ഇത് പെർഫെക്റ്റ് ആണോ, ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ച് എഴുതിയതുകൊണ്ട് വേഗത്തിൽ എഴുതാൻ പറ്റി. അല്ലെങ്കിൽ എനിക്ക് കുറേ സമയമെടുക്കും. ഇതൊന്നും ഇല്ലാണ്ടും നമ്മൾ AI 10-40 കൊല്ലമായിട്ട് ഞാൻ പാട്ട് എഴുതുന്നു. അപ്പോൾ AI മിനിഞ്ഞാന്നാണ് വന്നത്. പക്ഷേ എനിക്കിപ്പോൾ വേഗം എഴുതാൻ സഹായകരമാകുന്നു. പക്ഷേ എഴുതുന്നത് നമ്മൾ തന്നെത്താനെ AI പറയുന്ന ഒരു വാല്യുവേഷൻ മാത്രം എടുത്തിട്ട് അടുത്തത് എഴുതാൻ ഇരുന്നെങ്കിൽ മാത്രമേ അടുത്ത പാട്ടുണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ പാട്ടെന്ന് മാത്രമല്ല, ഒരു പുസ്തകമാണെങ്കിലും ഒരു നല്ല ഒരു റൈറ്റിംഗ് ആണെങ്കിലും അത് നമ്മുടേതായ ഒരു ആത്മാവ് അതിനകത്തുണ്ട്. കാരണം AI ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമുക്ക് ആർട്ടിസ്റ്റിക് ഇൻ്റലിജൻസ് വേണം, ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് വേണം, അതുപോലെ തന്നെ സ്പിരിച്വൽ ഇൻ്റലിജൻസ് വേണം, മ്യൂസിക്കൽ ഇൻ്റലിജൻസ് വേണം. AI ഡെഫിനറ്റ്ലി ഇത് എല്ലാം ഇപ്പോൾ AIക്ക് ഇപ്പോൾ ഫീൽ ചെയ്യും എന്ന് പറഞ്ഞ ഇമോഷൻ വരെ. ഇപ്പോൾ നമ്മൾ AI വർത്താനം പറയാം, താങ്ക് യു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ AI നല്ലപോലെ ഒരു വ്യക്തി ഇരുന്ന് പറയുന്ന പോലെ. ടെക്നോളജി നല്ലതാണ്, പക്ഷേ എക്സലൻസിലേക്ക് എത്താനായിട്ട് നമ്മുടെ തന്നെ ഒരു പാട്ടിനെ ജനിപ്പിക്കാൻ, ഒരു പീസിനെ ജനിപ്പിക്കാൻ അത് ഉപയോഗിക്കാം. പക്ഷേ അതല്ലാതെ അത് കോപ്പി അടിക്കാൻ എന്നൊരു പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്നവരെ ഒരു ചോദ്യം അങ്ങ് ചോദിച്ചു പെട്ടെന്ന് അത് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴേക്കും പറ്റുന്നില്ല. ഇപ്പം നമ്മൾ ബ്രദർ ലേറ്റസ്റ്റ് ആയിട്ടൊരു പാട്ട് ഇറക്കിയല്ലോ, അത് നമുക്കൊന്ന് അതിൻ്റെ അനുഭവങ്ങൾ എന്തായിരുന്നു? അതിപ്പോൾ എത്ര വർഷമായി ഇറങ്ങിയിട്ട്? വൈ ഡിഡ് യു ലീവ് മീ അലോൺ. ഇപ്പം ഞാനൊരു മൂവി എഴുതുവാണ്, ദ ലാസ്റ്റ് ആഡം ആൻഡ് ഹിസ് ബ്രൈഡ് എന്ന് പറഞ്ഞാണ് ആ മൂവി. അപ്പോൾ അതിനകത്ത് ഒരു സീക്വൻസ് ഓഫ് സോങ്സ് വരുന്നുണ്ട്. എ സോങ് ഓഫ് ക്രിയേഷൻ, പിന്നെ സോങ് ഓഫ് ഈനോക്ക്, സോങ് ഓഫ് നോവ, സോങ് ഓഫ് മോസസ്, സോങ് ഓഫ് ഐസക്. അതിനകത്ത് ഇൻസ്പിറേഷൻ പറഞ്ഞു വരുമ്പോൾ സോങ് ഓഫ് ജേക്കബ് ആൻഡ് സോങ് ഓഫ് ജോസഫ്. വലിയൊരു കോൺട്രിബ്യൂഷൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ആ പാട്ട് എഴുതിയത് ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു. അത് എൻ്റെ ലൈഫായിട്ട് ഒത്തിരി, ജോസഫ് സ്റ്റോറി എൻ്റെ ലൈഫായിട്ട് ഒത്തിരി ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് വാസ് വെരി മൂവിങ് മീ സോ മച്ച്. ഞാനതൊന്ന് പാടി കാണിക്കാം. അപ്പോൾ ഇപ്പോൾ പിള്ളേർക്ക് പാട്ട് എഴുതാനുള്ളവർക്ക് സ്ക്രിപ്ചർ ധ്യാനിച്ചിട്ട് അതിൽ നിന്ന് ഒരു പാട്ട് എഴുതാം. അപ്പോൾ യാക്കോബ് വർഷങ്ങൾ കഴിഞ്ഞ് മകനെ കാണാനായിട്ട് ഭയങ്കരമായിട്ട് രഥത്തിൽ വരുവാണ്. അപ്പോൾ ഈ മകൻ കാത്തിരിക്കുവാണ്. അപ്പോൾ ആ ഒരു കോൺവെർസേഷനാണ് ബ്രോക്കണായ രണ്ടുപേര്. അതെ, പ്രതീക്ഷയില്ലാത്തടത്ത് വലിയൊരു പ്രതീക്ഷയാണ്. അതൊരു എൻ്റെ ഈ അടുത്ത് ഞാൻ എഴുതിയതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, കൃപയാൽ അങ്ങനെ എഴുതാൻ പറ്റി. എല്ലാ പ്രശംസയും കർത്താവിന്. പക്ഷേ അത് ഒരു ബ്യൂട്ടിഫുൾ സോങ്ങാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പാടി കാണിക്കാം. ഇതുവരെ ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ അതൊരു Joseph meeting his father Jacob. I mean, it was an awesome. ഞാൻ പലതവണ ആ ഭാഗങ്ങൾ വായിച്ചിട്ട് അതിനകത്തുനിന്നുണ്ടായ ഒരു സിമ്പിൾ സോങ്ങാണ്. അപ്പോൾ തന്നെ ജോസഫ് റെപ്രസെൻറ്റേറ്റീവ്, ഈ റെപ്രസെൻറ്റ്സ് ക്രൈസ്റ്റ്. അപ്പോൾ ഏലായി ഏലായി ലമ്മ ശബക്താനി എന്ന കർത്താവ് കരയുന്നത് പോലെ ഈ പാട്ടിൻ്റെ തുടക്കത്തെ ലൈൻ തന്നെ ഇതപ്പോൾ ക്രൈസ്റ്റ് കർത്താവിനോ പിതാവിനോട് ചോദിക്കുന്ന, ഇതാ മൂവിയുടെ ഭാഗമാണോ? ആ മൂവിയുടെ ഭാഗമാണ്. ഇതൊരു പ്രധാനപ്പെട്ട സീനായിരിക്കും. അപ്പോൾ ഈ വൈ ഡിഡ് യു ലീവ് മീ അലോൺ എന്നാണ് അതിൻ്റെ ഇപ്പോഴത്തെ. ഇപ്പോൾ ആക്ച്വലി ഇറ്റ് ഈസ് ദ സോങ് ഓഫ് ജേക്കബ് ആൻഡ് ജോസഫ്. Why did you leave me alone? Why was I forsaken long? I yearn to behold your eyes. I run to enfold you tight.
In your fragrance I rejoice. Let me shout a joyful noise. Hear my heart sing to you. Father, I love you. Elohim, I thank you. Nobody will have a clue the agony we both endured. Destiny brought us the rescue. The Almighty makes life renew. Father, I love you. Yahweh, I thank you. Praise the Lord. Hallelujah. This is a very moving song. The word says, vision divine come true. Your passion I had pursued. It makes me dance with you. Hear my heart sing out to you. Father, I love you. Elohim, I thank you. Praise the Lord. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പിള്ളേർക്ക് ഇല്ലാതെ പോയതും അവർക്ക് വേണ്ടതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മളെല്ലാം പാടും ബിക്കോസ് ഹി ലീവ്സ് ഐ ക്യാൻ ഫേസ് ടുമാറോ. പക്ഷെ നമ്മുടെ യുവജനം ഒരു ഭയത്തോടെയാണ് ജീവിക്കുന്നത്. തോന്നിയിട്ടില്ലേ? അവർക്ക് പല കാര്യങ്ങളെക്കുറിച്ച് അവർ ഇതാണ്. അപ്പോൾ അവർക്ക് മിനിസ്ട്രി അതിനകത്തൊരു ഭാഗമാവുന്നില്ല. അതിപ്പോൾ ഒരു മ്യൂസിക്കിലായാലും എല്ലാം. അപ്പം ഈ വർഷിപ്പിൽ തന്നെയാണെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും തെറ്റായ ഒരു ധാരണ നമ്മുടെ കുട്ടികൾക്കുണ്ടോ? വർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് മ്യൂസിക് മാത്രമാണ്, അല്ലെങ്കിൽ തെറ്റായ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മതി അതെ എന്ന് വിചാരിക്കുന്ന ഒന്നും വേണ്ട, ഇത്രയും മതി, ഇത്ര എക്സലൻസ് ഒക്കെ മതി, ബാക്കി ഞാൻ ഉടായിപ്പ് വഴി മറ്റവനെ അടിച്ചു ഒതുക്കി എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഭീകരമായ ഒരു കാര്യം ചർച്ച് മിനിസ്ട്രികൾക്കകത്ത് കാണാറുണ്ട്. അപ്പോൾ അതിനെ പരദൂഷണം പറഞ്ഞും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോഴേക്കും എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പറയുന്ന എല്ലാ വാക്കിനും ദൈവത്തോട് കണക്ക് ഒതുപ്പിക്കേണ്ടി വരുന്നതിനാൽ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും അളക്കുന്ന അളവിനാൽ തിരിച്ച് കിട്ടുന്ന ഒരു സിറ്റുവേഷനുണ്ട്. പാടുന്നുണ്ടെങ്കിൽ ഒരു മാനസാന്തരം വന്നിട്ടില്ല. യെസ്. അപ്പോൾ അത് പാടുന്നുണ്ടെങ്കിൽ മാത്രമല്ല, പ്രസംഗിക്കുന്നുണ്ടെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പറയുന്നതല്ല ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ലൈക്ക് നമുക്ക് ഉള്ള ഒരു സംഭവമാണ്. ദ ലോർഡ് ഈസ് ടെല്ലിങ് us walk the talk. Because if especially to us parents, if we walk the talk, then kids will talk and they will also walk the talk we talk. വിജയ് ട്രാവൻ പാടുന്നത് തന്നെ എനിക്ക് കാണണ്ട കേൾക്കണ്ട എന്ന് പറഞ്ഞു. പിന്നീട് അത് കേട്ട് വലിയൊരു അത്ഭുതം ജീവിതത്തിൽ നടന്നൊരു അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരുപാടുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പാട്ടുകൾ പ്രായമുള്ളവർ കേട്ടത് അവരുടെ കുഞ്ഞുങ്ങൾ കേട്ടതുകൊണ്ട്, കുഞ്ഞുങ്ങൾ വളർന്നു വന്നപ്പോൾ അവരൊരുമിച്ച് കാറിൽ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ ഈ പാട്ട് ഇടാൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ പാട്ട് ഇടുമ്പോൾ വേറെ പാട്ടൊന്നും കേൾക്കാൻ അനുവദിക്കാത്തതുകൊണ്ട് പ്രായമുള്ളവർ ഈ പാട്ടുകൾ വീണ്ടും വീണ്ടും കേട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ചുമ്മാ നിർബന്ധത്താൽ കേൾക്കേണ്ടി വന്നു. കാരണം ഞാൻ മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 17 കൊല്ലം ഇംഗ്ലീഷ് മാത്രമേ പാടിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ വായയുടെ പിടുത്തം എങ്ങനെയാണ് മുഖം പിടിക്കുന്നത്, അപ്പോൾ ഇംഗ്ലീഷ് പാടാനും ഹൈ റേഞ്ചൊക്കെ പാടാനും ഒരു പ്രത്യേക രീതിയിലൊക്കെ ചെയ്താലേ പറ്റത്തുള്ളൂ. അല്ലാതെ മലയാളം മാത്രം പാടുന്നവർ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഒരു 10ാം ക്ലാസ് വരെ മാത്രമേ മലയാളം പഠിച്ചിട്ടുള്ളൂ. ഞാൻ കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. മലയാളം ഈസ് നോട്ട് എ ഈസി ലാംഗ്വേജ്. അപ്പോൾ മലയാളത്തിൽ മലയാളം പാട്ടുകാരനാകണം എന്നൊരിക്കലും അങ്ങനെ ഒരു സ്വപ്നം ഇല്ലായിരുന്നു. പക്ഷേ ഒരു
വേൾഡ് ലെവലിലുള്ള ഇംഗ്ലീഷ് സിംഗർ ആകണമെന്ന് ആഗ്രഹിച്ചിരുന്നുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ചിരുന്നു. അപ്പോൾ പെട്ടെന്ന് മലയാളം ഇംഗ്ലീഷ് സ്റ്റൈലിനകത്തോട്ട് വരുമ്പോഴേക്കും മലയാളത്തിൻ്റെ ഭംഗിയൊക്കെ ചിലപ്പോൾ നമ്മൾ പാടുമ്പോൾ പോവും. അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ട്. ഞാനല്ല പെർഫെക്റ്റ്, എൻ്റെ മലയാളം അത്ര പോരാ. അപ്പോൾ അതൊരിക്കലും അതിന് ശരിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം. അപ്പോൾ ആൾക്കാർക്ക് മലയാളത്തിൻ്റെ രീതിയിൽ പാടിയില്ല എന്ന് ഏത് പാട്ടിൻ്റെ ആയിരുന്നു വ്യക്തിപരമായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് അങ്ങ് പുട്ട് ഓഫാ. ഇത് മലയാളം. അതിനുശേഷം എപ്പോഴും ഒരു പാട്ട് കേട്ടിട്ടൊരു ഹീലിംഗ് നടന്ന് ഹോസ്പിറ്റലിൽ വിളിച്ചൊരു അനുഭവം ഉണ്ടായില്ലേ? അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. ഒരാൾ ഞാൻ രണ്ടാമത്തെ ആൽബം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഫോൺ കോൾ എനിക്ക് വന്നു. ആ കോൾ വന്നിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു, ഇതിൻ്റെ നല്ല പാട്ടുകളാണ്, നന്നായിട്ട് വരികൾ എഴുതിയിട്ടുണ്ട്, നല്ല കമ്പോസിങ് ആണ്, നല്ല എല്ലാം കൊണ്ടും നല്ലതാണ്, പിന്നെ ഇതിൻ്റെ ആൽബം കവർ നല്ലതാണ്, അതിൻ്റെ ഡിസൈൻ നല്ലതാണ് എന്നെല്ലാം പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മിണ്ടാതായി. അപ്പോൾ പെട്ടെന്ന് പുള്ളിയുടെ വൈഫ് ഫോണിൽ എടുത്തിട്ട് പറഞ്ഞു, ഈ പാട്ട് ആണ് എൻ്റെ ഭർത്താവ് കഴിഞ്ഞ 6 മാസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. 4th സ്റ്റേജ് ക്യാൻസർ പേഷ്യൻ്റാണ്, ലങ് ക്യാൻസറാണ്. ഒരു പ്രെയർ റിക്വസ്റ്റ് പറയാൻ വേണ്ടി വിളിച്ചതാണ്. നിങ്ങൾക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഡോക്ടേഴ്സ് പറയുന്നത് ഉറങ്ങിയാൽ നല്ലതാണെന്നാണ്. പക്ഷേ പുള്ളി ഉറങ്ങിയിട്ട് 6 മാസമായി. ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഫാദറിന് ലങ് ക്യാൻസർ വന്നിട്ടാണ് അവസാനം മരിക്കുന്നത്. അപ്പോൾ അത് 3 വീക്സ് കഴിഞ്ഞപ്പോൾ ആണ് മനസ്സിലായത് ഇത് 3rd സ്റ്റേജ് ആണ് എന്ന് മനസ്സിലായിട്ട്. പിന്നെ ആൾ 3 വീക്സോടുകൂടെ നമ്മളെ വിട്ട് പിരിഞ്ഞു. അപ്പോൾ 4th സ്റ്റേജ് എന്ന് പറഞ്ഞപ്പോഴേക്കും നമുക്കറിയാം താൻ മരണത്തോടടുത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഏതായാലും അപ്പച്ചനെ ഓർത്തിട്ട് ഞാൻ ഒത്തിരി തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 2 ദിവസം അവർ വിളിച്ചില്ല. അപ്പം എനിക്ക് അവിടെ ആളുണ്ടാകുമോ എന്ന് വരെ സംശയമാണ്. പക്ഷേ അദ്ദേഹം വീണ്ടും ഈ പാട്ടുകൾ കേട്ടുകൊണ്ടിരുന്നു. ഏതായാലും പ്രാർത്ഥിച്ചു, ദൈവം കരുണ ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു താൻ ഉറങ്ങി, നല്ലൊരു സുഖം തോന്നുന്നു എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് എനിക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാനും ഒന്നും പറ്റിയില്ല. പിന്നെ എനിക്കും ഒരു ഭയമായിരുന്നു, ഞാൻ വിളിക്കുമ്പോൾ അവിടെ ആളുണ്ടാകുമോ ഇല്ലയോ ഒന്നും അറിയാത്തതുകൊണ്ട്. പക്ഷേ പാട്ടുകൾ കേട്ട് തനിക്കൊരാശ്വാസം വന്നു എന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷം. കരുണാമയൻ എന്നുള്ള സോങ് ആയിരുന്നല്ലേ അത്? കരുണാമയനും ബാക്കി എല്ലാ പാട്ടുകളും എൻ്റെ കൂട്ടത്തിൽ കേട്ടിരുന്നു. കഴിഞ്ഞ ഇന്റർവ്യൂവിലെ പ്രേക്ഷകർ ചോദിച്ചൊരു ചോദ്യമാണ്, ഇനിയൊരു ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ കരുണാമയൻ പാടിക്കണമെന്ന്. എന്തായാലും പാടിക്കണമെന്നാണ്. ഓക്കെ, തീർച്ചയായിട്ടും പാടാം. കരുണാമയനേ കരുണാമയനേ അടിയനീ പൊടിയാണെന്നോർത്തിടണമേ. അലറുന്നീയാഴിയിൽ എൻ പ്രാണനെ അണയാതെ ഇന്നു നീ കാത്തിടണമേ. നിന്ദയെന്നും ജീവനാണേ. എൻ ഭയമെല്ലാം മാഞ്ഞു പോയേ. നീ അടിച്ചാലും ആർദ്രമാണ് യേശുവേ. കരുണാമയനേ യേശുവേ. കരുണാമയനേ കരുണാമയനേ
ക്രൂശിലെനിക്കായി മരിച്ചവനെ, നിന്നെ മുഖാമുഖം കാണും വരെ വീഴാതെ എന്നെ നയിച്ചിടണമേ. നിന്ദയെന്നും ജീവനാണേ, നിൻ കൃപ എൻ്റെ ആശ്രയമേ. എന്നെ വിളിച്ചവനേ യേശുവേ, കരുണാമയനേ യേശുവേ, കരുണാമയനേ 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 യേശുവേ, നീ എൻ്റെ ഉപനിധിയേ, എന്നെ അനന്യനായി കാത്തിടുന്ന നിൻ സ്നേഹമൊരു ദിവ്യ ജ്വാലയാണ്. നിന്നെ അനുഗമിച്ചാൽ ഞാൻ മരിച്ചാലും ജീവിക്കുമേ. മരണത്തെ ജയിച്ചവനേ യേശുവേ, കരുണാമയനേ യേശുവേ, കരുണാമയനേ യേശുവേ. കരുണാമയനേ ബ്രദർ വിജയരാമൻ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള പാട്ട് ഏതാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും അല്ലേ? ഇത് തന്നെയാണ് ഏറ്റവും മനസ്സിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പെർഫോം ചെയ്ത സ്റ്റേജ് ഏതായിരുന്നു? സ്റ്റേജുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈ പക്ഷേ പാട്ട് പാടുമ്പോഴെപ്പോഴും എൻ്റെ മനസ്സിലൊരു എൻ്റെ ഒരു അനുഭവത്തിൽ പ്രത്യേകിച്ച് നല്ല ശ്രദ്ധയോടെ ഇരിക്കുന്ന ഒരു ക്രൗഡാണെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ വരാറുണ്ട്. അതുകൊണ്ട് ഈ പാട്ട് പാടുമ്പോൾ ഒരു ആഘോഷം പോലെയാണ്. എവിടെ ചെന്നാലും അങ്ങനെയുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ചോദിച്ചാൽ സെക്യുലറിനകത്ത് ഞാൻ കൽക്കട്ടയിൽ ചെന്ന സമയത്ത് ഉഷാവുദ്ദീപ്പിൻ്റെ ഒരു പ്രോഗ്രാം, അപ്പോൾ ഒരു 20,000 യങ്സ്റ്റേഴ്സ് ഒരുമിച്ച് കൂടിയിട്ട് ഒരു കോളേജിൻ്റെ അകത്ത് ഒരു കോൺസേർട്ട്, അതിൽ 13ADയുടെ ബാൻഡ് എറണാകുളത്ത് നിന്ന് വന്നിട്ടുണ്ട്. അവരുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഉഷാവുദ്ദീപ്പിൻ്റെ ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന്
ഒരു പാട്ട് പുള്ളിക്കാരി പാടി, ഒരു മൈക്കിൾ ജാക്സൻ്റെ പാട്ടായിരുന്നു. അപ്പോൾ ആ പാട്ട് പാടിയപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ നിർത്തിയിട്ട് പറഞ്ഞു, ദ ഗ്ലെൻ ലാറൈവ് ഓഫ് 1380 പ്ലീസ് കം ഓൺ സ്റ്റേജ് ടു സിങ് വിത്ത് മീ എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് അത് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. ഒരു ഭയങ്കര ഒരു ആരവമുണ്ടായി. അപ്പോൾ അവരിങ്ങനെ ഫ്രണ്ടിലേക്ക് ഗ്ലെൻ നോക്കിയത് ഇപ്പോൾ ചെല്ലുന്നത് ഇങ്ങനെ കൈകൊട്ടി ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം ഞാൻ അങ്ങനെ ഒരു സ്റ്റേജിൽ കയറാനുള്ള ഒരു ഡ്രസ്സിലൊന്നും ഒരു സാധാരണ ടീഷർട്ടൊക്കെ ഇട്ട് പോയിട്ടിരിക്കുന്ന. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പുള്ളിക്കാരി പറഞ്ഞു, ഗ്ലെന്നിനെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ, Glenn Larrai, who sang here like a champion yesterday with 1380. Put your hands together for Glenn Larrai എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരത്തി പറഞ്ഞു, now put your hands together for Viju എന്ന് മാത്രം പറഞ്ഞു. പക്ഷേ ആ പിള്ളേരെല്ലാം കൂടെ ഒരു രാരവം ഉണ്ടാക്കി. ഭയങ്കര ഒരു അപ്രിസിയേഷനായിരുന്നു. അതായിരുന്നു ഒരു സെക്യുലറിലെ ഒരു അനുഭവം അതായിരുന്നു. പിന്നെ എറണാകുളത്ത് ശിവ എന്ന് പറഞ്ഞ ബാൻഡിൽ ഞാൻ ചേർന്ന ശേഷം ആദ്യമായിട്ട് എറണാകുളത്ത് KSRTC സ്റ്റേഡിയമുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് ഒരു 20,000 ആൾക്കാർ വരുന്ന ഒരു വലിയ പ്രോഗ്രാം ചെയ്തു. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർക്ക് പോലും സ്റ്റേജിൽ ഞാൻ നിന്നപ്പോൾ അന്ന് മുടിയൊക്കെ ഉണ്ടായിരുന്നിട്ട് ഉള്ളതുകൊണ്ട് എൻ്റെ അടുത്ത കൂട്ടുകാർക്ക് പോലും മനസ്സിലായില്ല ഇത് ഞാനാണ് പാടുന്നതെന്ന്. പിന്നെ അത് അന്ന് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആൾ വന്നിട്ട് ഇടയ്ക്ക് വെച്ച് ബാൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇൻ്റർവെല്ലിനെ. അപ്പോൾ എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ലാസ്റ്റ് പുള്ളി പറഞ്ഞു, യുനോ the vocalist Viju is born and raised in Kochi എന്ന് പറഞ്ഞപ്പോൾ അതൊരു ഭയങ്കര ആ സ്റ്റേഡിയം മുഴുവൻ ഇളകി മറിഞ്ഞ ഒരു ഒച്ചയുണ്ടാക്കി. പിന്നെ അതുപോലെ ഇൻസ്പയറിങ് എന്ന് എനിക്ക് തോന്നിയ ഭയങ്കര എൻ്റെ ഓർമ്മയിൽ ഭയങ്കരമായിട്ട് തങ്ങി നിൽക്കുന്ന ഒരു ആയുസ് മുഴുവൻ ഞാൻ ഓർക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് ഒരു ജീസസ് യൂത്തിൻ്റെ ഒരു പ്രോഗ്രാം കൊരട്ടിയിൽ നടന്നു. അപ്പോൾ അതൊരു 500 പിള്ളേരാണ്, 500 മ്യൂസിക് കാത്തലിക് യൂത്താണ്. അവരുടെ ഇടയിൽ നിന്ന് ഒരു 10,000 പേരിൽ നിന്ന് ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഒരു 500 പേര് മ്യൂസിക് വർക്ക്ഷോപ്പിന് വന്നേക്കുന്നതാണ്. ക്രിയേറ്റീവ് വർക്ക്ഷോപ്പുകളുടെ ഒരു പ്രോഗ്രാമാണ്, ഒരു ക്യാമ്പാണ്. അപ്പോൾ എന്നെ ഒരു 10 മിനിറ്റിന് വേണ്ടി വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തന്നെ വേണം ഒരു 4 മണിക്കൂർ. നിങ്ങൾ 10 മിനിറ്റ് തന്നാലും പിള്ളേരായതുകൊണ്ട് ഞാൻ വരും, പക്ഷേ കുറച്ചും കൂടി സമയം തന്നാൽ നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ പിള്ളേർ ഓൾട്ടർ കോളൊക്കെ വിളിച്ചാൽ പ്രാർത്ഥനയ്ക്കൊക്കെ വരാൻ വേണ്ടി ഫ്രണ്ടിൽ കുറേ എംപ്റ്റി സ്പേസ് വിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പക്ഷേ ജനത്തെ ഏറ്റവും അടുത്ത് കാണുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞു, ഇപ്പോൾ പിള്ളേർ അറിയേണ്ടത് ഞാൻ കുറച്ച് സമയം ഇവിടെ ഉള്ളൂ. ഇപ്പം ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് നിങ്ങൾക്ക് തന്നേച്ച് പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അത് സ്വീകരിക്കാൻ താല്പര്യമുള്ളവർ, ശരിക്കും വട്ടമുള്ളവർ മുമ്പോട്ട് വന്നാൽ എനിക്ക് സന്തോഷമായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ വിചാരിച്ചതൊരു 10-15 പേര് വല്ലതും വരുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ 550 കൂടെ അങ്ങ് എണീറ്റു. എന്നിട്ട് അവരിങ്ങനെ മുമ്പോട്ട് വന്നു. അപ്പം ഞാനിങ്ങനെ ഇതിൻ്റെ ഒരു 3 times ഒക്കെ വലിയ ഒരു സ്റ്റേജുണ്ട്, അതിൻ്റെ പുറകിൽ വലിയൊരു സ്റ്റേജുണ്ട്. അപ്പം ആ സ്റ്റേജിൽ ഞാൻ നിൽക്കുവാണ്. ഈ പിള്ളേരെല്ലാം കൂടെ വന്നിട്ട് ഏറ്റവും അടുത്തിരിക്കാനായിട്ട് അവർക്ക് കസേരയില്ലോ ഒന്നുമില്ല. ഞാൻ 10 മിനിറ്റേ ഉള്ളല്ലോ, കുറച്ച് നേരമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ചുറ്റിനുമൊക്കെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ പിള്ളേർ വന്നിരുന്നു. ആൻഡ് വെൻ ഐ ലുക്ക്ഡ് അറ്റ് ദെം ദേ വർ റിയലി ഹംഗ്രി ഫോർ ഗോഡ്. ആമേൻ. അപ്പോൾ അവരുടെ ഇടയിൽ ഒന്ന് പാടാനായിട്ട് ഇടയായി. അതിൽ പലർക്കും മൈക്ക് കൊടുത്ത് അവരെ കൊണ്ട് പാടിച്ചു. അതൊരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആൻഡ് വർഷിപ്പ് ആൻഡ് ഇമ്പാർട്ടേഷൻ ഓഫ് വാട്ട് യു റിസീവ്ഡ് ഇൻ ദ സ്പിരിറ്റ്. അവർ ഭയങ്കര റിസെപ്റ്റീവായിരുന്നു. ആമേൻ.
അതൊരു മറക്കാനാകാത്തൊരു ആയുസ് മുഴുവൻ ഞാൻ ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആമേൻ. യാ, നമ്മൾ ലോകപരമായി ചിന്തിച്ചാൽ ഓരോ സീസണുണ്ട്. ഇപ്പം ഇതൊരു ഡിസംബർ കഴിഞ്ഞു, അടുത്ത പുതുവർഷം, ക്രിസ്മസ് പ്രത്യേകിച്ച് ഒരു സുവിശേഷം അറിയിക്കാനും എല്ലാം പറ്റിയൊരു സീസണാണ്. പ്രത്യേകിച്ച് ലോകം ക്രിസ്മസ് ആഘോഷങ്ങളാക്കി മാറ്റുന്ന ഒരു സമയമാണ്. ഈ സമയം നമുക്ക് ഒരു എന്താ പറയുക, ഒരു ക്രിസ്മസ് ഒരു ഫീല്, ക്രിസ്മസ് എന്നൊരു ഓർമ്മയിൽ നമുക്ക് പാടാൻ പറ്റുന്ന എന്തെങ്കിലും പാട്ടുകൾ തീർച്ചയായിട്ടും ബ്രദറിൻ്റെ ലിസ്റ്റിലുണ്ട്. ഓക്കെ. എനിക്ക് പാടാൻ ഇഷ്ടമുള്ളൊരു എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടുണ്ട് ഓസ്ട്രേലിയയിൽ. അവൻ കഴിഞ്ഞ ഒരു 20 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് 2 ലൈൻ സൈലൻറ്റ് നൈറ്റിൻ്റെ ഒന്ന് പാടണമെന്ന്. ജോജി എന്നാണ് തൻ്റെ പേര്. ഐ ഡെഡിക്കേറ്റ് ദിസ് ഫോർ ഹിം. എല്ലാ ക്രിസ്മസിനും വിളിച്ച് പറഞ്ഞു, ഇത് 2 ലൈൻ ഒന്ന് പാട്. ഈ ക്രിസ്മസിന് നമ്മൾ ജോജിയുടെ ആഗ്രഹം സാധിപ്പിക്കുന്നു. Silent night, holy night, all is calm, all is bright, round yon virgin mother and child, holy infant so tender and mild, sleep in heavenly peace, sleep in heavenly peace. നമ്മുടെ ഒരുപാട് പെർഫോമൻസ് നമുക്ക് ഇത്രയും വർഷത്തിൽ ഓർത്തെടുക്കാൻ, അതിൽ പ്രത്യേകിച്ച് സെക്യുലർ ആയിരുന്നപ്പം നമ്മുടെ ഓർമ്മയിൽ അതിനേക്കാളും കുറച്ചുകൂടെ കർത്താവുമായിട്ട് ചേർന്ന് നിന്നപ്പോൾ നമുക്ക് കിട്ടിയ രണ്ടും ഉണ്ടാവുമല്ലോ. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഒരു എക്സ്പീരിയൻസ് വാസ് ഒരു വലിയ പ്രോഗ്രാം എറണാകുളത്ത് നടക്കുന്നു. ഹിൽ സോങ് വന്നതാണ്. കളമശ്ശേരി മർത്തോമ പള്ളിയിലെ പള്ളി നടത്തിയ ഒരു പ്രോഗ്രാം. ജോസഫ് ജോൺ എന്ന് പറഞ്ഞ അച്ഛനായിരുന്നു ആ സമയത്ത് അവിടെ വിക്കാറായിട്ട് ഇരുന്നത്. അപ്പം എനിക്ക് ഞങ്ങളുടെ ചർച്ചിലെ പിള്ളേരാണ് അവിടെ പോയി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തത്. പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് കോളേജിലൊക്കെ പോയി അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് നമ്മുടെ ഒരു അസോസിയേറ്റ് പാസ്റ്ററിൻ്റെ അടുത്ത് പാസ് ഉണ്ടോ എന്ന് ചോദിച്ചു. പാസ് ഉണ്ടെന്ന് പറഞ്ഞു. പാസ് എൻ്റെ കയ്യിൽ തന്നത് ഒരു 6 പാസ് തന്നു. പക്ഷേ ഇറ്റ് വാസ് ആൻ ഓർഡിനറി പാസ്സായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു VIP പാസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ VIP പാസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റേഡിയത്തിൽ അവിടെ എറണാകുളത്ത് ദർബാർ ഹാൾ ഗ്രൗണ്ടിലായിരുന്നു. ഞാനവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് ഞാനവിടെ ഏറ്റവും പുറകിലത്തെ സീറ്റിലാണ് സീറ്റ് കിട്ടിയത്. ബാക്കിയെല്ലാം നിറഞ്ഞു പോയായിരുന്നു. ഒരു 15,000 ആൾക്കാരൊക്കെ വരുന്ന വലിയ പ്രോഗ്രാം. അങ്ങനെ അവിടെ ഇരിക്കുന്ന ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ എൻ്റെ പിള്ളേർ 3 പേരുമുണ്ട്. അതിൽ രണ്ടാമത്തെ ആൾ ഓടി ഞങ്ങളുടെ ചർച്ച് പിള്ളേരൊക്കെ നിൽക്കുന്ന മിക്സറൊക്കെ നിൽക്കുന്നതിൻ്റെ അടുത്ത് പോയി നിന്നു. അപ്പോൾ അവന് കുറേ കൂടി ക്ലോസ് ആയിട്ട് സ്റ്റേജ് കാണാം. അപ്പോൾ ഞാൻ ഏറ്റവും പുറകിലിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഇളയ മോനെ ഇങ്ങനെ നോക്കിയപ്പോൾ അവനിങ്ങനെ കസേരയുടെ മുകളിൽ നിന്നിട്ട് അവൻ ഈ പുറകിൽ നിൽക്കുന്നത് അങ്ങോട്ട് പിടിച്ചില്ല. ചേട്ടന്മാർ 2 പേരും എവിടെയൊക്കെ ആയിപ്പോയി. ഞാൻ അവൻ്റെ കൂടെയാണ്. ഞങ്ങൾ ഫാമിലിയായിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പോൾ അവന് ഭയങ്കരമായ ഒരു അസ്വസ്ഥത ഉണ്ടായി. അപ്പോൾ അവനിങ്ങനെ സ്റ്റേജിൽ ഒരു കസേരയിൽ എഴുന്നേറ്റ് നിന്നിട്ട് അവൻ്റെ അസ്വസ്ഥത ഇങ്ങനെ പ്രകടിപ്പിക്കുവാണ്. അങ്ങനെയാണ് ശരിയല്ല, ഇത് ശരിയായില്ല, കാണാൻ പറ്റൂല എന്നൊക്കെ ആരോടും ഒന്നും പറയുന്നില്ല. പക്ഷേ അതിങ്ങനെ നോക്കിയപ്പോൾ ഇതൊരു ഈ കണ്ടേജിയസ് ഡിസീസ് മാതിരിയാണല്ലോ ഈ ഇറിറ്റേഷൻ. അപ്പോൾ ഇത് എനിക്കും ഇച്ചിരി പകർന്നു. അപ്പം ഞാനിങ്ങനെ താഴോട്ട് മുഖം കുനിച്ചിരുന്നിട്ട് ദൈവത്തോട് ചോദിച്ചു,
എത്ര നാൾ ഇങ്ങനെ ഇരിക്കണമെന്നാണ് നീ വിചാരിക്കുന്നത്? ഐ മീൻ, എന്തിന് ഞാനിങ്ങനെ ഇരിക്കണം? കാരണം 40 കൊല്ലമായിട്ടൊക്കെ മ്യൂസീഷ്യനായിരിക്കുന്ന പ്രൊഫഷണൽ രംഗത്ത്, ഐ മീൻ അത്യാവശ്യം ഫെയിമുള്ള ഒരു സെലിബ്രിറ്റി മ്യൂസീഷ്യൻ എന്ന നിലയിൽ എനിക്ക് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? നീ എത്ര നാളിരിക്കണം, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു കോൺവെർസേഷണൽ ടോക്ക് ഉണ്ടായി. ഞാനിങ്ങനെ ഇരുന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സ്റ്റേജിൽ നിന്നൊരു അനൗൺസ്മെൻറ്റ് വന്നു. ഡ്രൈവർ തങ്കച്ചൻ ഇപ്പോൾ കടന്നു വന്ന് മുമ്പോട്ട് വന്ന് സ്റ്റേജിൻ്റെ അടുത്ത് വരണമെന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ഒരു അനൗൺസ്മെൻറ്റ്. വിജെ ട്രാവൻ ഈ ഗ്രൗണ്ടിൽ എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേജിൽ വരേണ്ടതാണ്. പെട്ടെന്ന് ഞാനിങ്ങനെ സ്തംഭിച്ച്, ഓ കർത്താവ് കേട്ടോ, മീൻ അപ്പോൾ ആൾക്കാരൊക്കെ എന്നെ തുറിച്ചു നോക്കുന്നു. ജട കാണിച്ച് ഇരിക്കാതെ എണീറ്റ് പോടോ എന്നുള്ള ഒരു മട്ടിലുള്ള നോട്ടമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ എല്ലാവരും നോക്കുന്നു. ഞാൻ പെട്ടെന്ന് എണീറ്റപ്പോൾ ഞാൻ ഓടി, ഞങ്ങളുടെ ചർച്ചിൻ്റെ പിള്ളേർ നിൽക്കുന്നത് VIP സീറ്റിൻ്റെ അടുത്താണ്. പക്ഷേ VIP ഗേറ്റിൻ്റെ അവിടെ പോയാൽ കയറാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഞങ്ങളുടെ അസോസിയേറ്റ് പാസ്റ്റർ തന്നെ VIP ഇതിൻ്റെ അകത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ എൻ്റെ ചർച്ചിലെ പിള്ളേർ തന്നെ ഇവിടെ ഒരു ഫെൻസുണ്ട്, ഫെൻസ് ചാടി. അപ്പോൾ ദേ നോക്കുമ്പോൾ എല്ലാവർക്കും കാണാം ഫെൻസ് ചാടുന്നതും എല്ലാം, ഓടുന്നതും എല്ലാം. അങ്ങനെ ഓടി സ്റ്റേജിൽ ചെന്നു. അപ്പോൾ റെജി എന്ന് പറയുന്ന ഒരു ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു ഗ്ലോറിയസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അതിൻ്റെ ലീഡറായിരിക്കുന്ന റെജി ചാണ്ടി ആണ് അന്ന് അവിടെ ലീഡ് ചെയ്യുന്നത്. അദ്ദേഹമാണ് ഈ വിളിച്ചത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടൊരു 12 കൊല്ലമായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു പരിചയം ഉണ്ടെങ്കിലും ഞങ്ങൾ ഇടയ്ക്കൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ സ്റ്റേജിൽ ചെല്ലുമ്പോൾ ഞാനൊരു നല്ല ഡ്രസ്സ് പോലും ഇട്ടിട്ടില്ല, ഒരു സാധാരണ ഒരു ഷർട്ടും ചെരുപ്പൊക്കെ ഇട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ സ്റ്റേജിൽ ചെന്നപ്പോൾ ഞാൻ കിതച്ച് ചെന്നപ്പോൾ ഞാൻ പുള്ളിയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു, അല്ല എന്തിനാണ് വിളിച്ച്, പ്രാർത്ഥിക്കാനോ വല്ലതും ആണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പാട്ട് ഇപ്പോൾ പാടാൻ പോവാ, അപ്പോൾ നിങ്ങളെ ക്ഷണിച്ചതാണ്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഒപ്പം ഒന്ന് പാട് എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്കിങ്ങനെ ലിറിക്സ് എൻ്റെ ആണെങ്കിലും ഞാൻ ഓർക്കത്തില്ല. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ കൂടെ ഒന്ന് പാടിയേക്കണേ, ഞാൻ ലിറിക്സ് ഓർക്കത്തില്ല. പുള്ളി പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല, പാടിക്കൊള്ളാം. ഏത് പാട്ടായിരുന്നു? കരുണാമയനെ എന്ന ഗാനമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പക്ഷേ എന്നെ അങ്ങനെ ക്ഷണിച്ച സമയത്ത് അവിടെ ഒരു വലിയ ആരവമുണ്ടായി. അതൊരു വലിയ ക്രൗഡ് അപ്രീസിയേഷനായിരുന്നു. ആ 15,000 എല്ലാ കമ്മ്യൂണിറ്റിയിലുമുള്ള പിള്ളേർ ഉണ്ടായിരുന്നു. അവരുണ്ടാക്കിയ ഒരു അപ്ലോസ് വാസ് ഒരു ഡിവൈൻ ഓണർ പോലെ എനിക്ക് തോന്നി. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ജസ്റ്റ് തിരിഞ്ഞ് നിന്നിട്ട് പറഞ്ഞു, ഓക്കെ ലെറ്റ്സ് റൈസ് അവർ ഹാൻഡ്സ് ഇൻ വർഷിപ്പ് എന്ന് പറയലും. അതുവരെ ഇങ്ങനെ ബഹളം വെച്ചിരുന്ന യങ്സ്റ്റേഴ്സ്, വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് നോക്കിയപ്പോൾ വളരെ ശാന്തരായ ഈ 30,000 കൈകൾ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നത് അതൊരു വലിയ ഒരു കാഴ്ചയായിരുന്നു. അവിടെ വെച്ച് പാടി. അപ്പം താഴത്തോട്ട് ഇറങ്ങിയപ്പോൾ ജോസഫ് ജോണച്ചനെ എന്നെ അവിടെ പിടിച്ചിരുത്തി, ഫ്രണ്ടിൽ തന്നെ പിടിച്ചിരുത്തി, അപ്പോൾ നമ്മൾ ഏറ്റവും പിമ്പിലിരുന്നു. അവിടെ നിന്ന് ഏറ്റവും മുമ്പിൽ വന്നിരിക്കേണ്ടി വന്നു. തന്നെയുമല്ല സ്റ്റേജിൽ കയറിയിരിക്കാൻ ഇടയായി. പക്ഷേ ആ കോൺവെർസേഷൻ അതായിരുന്നു ഏറ്റവും ദൈവമായിട്ടുള്ളൊരു കോൺവെർസേഷൻ. കർത്താവൊന്നും പറഞ്ഞില്ല, പക്ഷേ സ്റ്റേജിൽ നിന്ന് വിളി വന്നു. നമ്മൾ VIP പാസ് ആഗ്രഹിച്ചു, ചോദിച്ചു, കിട്ടിയില്ല. പക്ഷേ പബ്ലിക്കായിട്ട് നമ്മൾ VIP ആയി. ഒരു ഓണർ, ദൈവം ഓണർ ചെയ്തു. ഭയങ്കര ഒരു അനുഭവമായിരുന്നു, വലിയ ഒരു അനുഭവമാണ്. സോ ഐ മീൻ വാട്ട് ഐ വാണ്ട് ടു ടെൽ youngsters is wait upon the Lord. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ വെയിറ്റിംഗ് ഈസ് നോട്ട് എ ബാഡ് തിങ്. വർഷങ്ങൾ ചിലപ്പോൾ പോയെന്നിരിക്കും,
പക്ഷേ ജീവപുസ്തകത്തിൽ നിന്ന് പേര് മാഞ്ഞു പോകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ when we go through മാനാപമാനങ്ങളൊക്കെ ഒരു ശീലമായിട്ടെടുത്താൽ കുഴപ്പമില്ല, മുമ്പോട്ട് പോവാം. ദൈവം പക്ഷെ ബാക്കിൽ ഇരുന്നപ്പോൾ ഒരു ഞെരക്കം ഉണ്ടായിരുന്നു. കാരണം അതൊരു റിയൽ എക്സ്പീരിയൻസ് അല്ലേ. കാരണം ഇപ്പോൾ ഒരു എന്നെപ്പോൾ ഒരാൾ ഒരു സ്റ്റുഡിയോയിൽ ഇപ്പോൾ ചെന്നാൽ ഓൾ ഇന്ത്യ തലത്തിൽ ആ സ്റ്റുഡിയോയിലെ എൻജിനീയേഴ്സും മ്യൂസീഷ്യൻസൊക്കെ എന്നെ കണ്ടാൽ അവർ ഓണർ എഴുന്നേറ്റ് നിൽക്കും. അപ്പോൾ ചർച്ചിന് ഇതൊന്നും വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു സങ്കടമൊക്കെ ഉണ്ടായി. പക്ഷേ എനിക്കൊന്നും തോന്നിയില്ല. കാരണം എനിക്കറിയാം ഇത് ഈ ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത് എന്താണെന്ന് വെച്ചാൽ ഈ അസോസിയേറ്റിനെ നീ സ്നേഹിക്കുമോ. ഇതാണ് ടെസ്റ്റ് വേറൊന്നുമല്ല. കാരണം നമുക്ക് എളുപ്പത്തിൽ പറയാം എന്നെ മാനിക്കുന്നവനെ ദൈവം മാനിക്കുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ദൈവത്തെ മാനിച്ചതുകൊണ്ട് ദൈവം എന്നെ മാനിച്ചു എന്നൊക്കെ ഇച്ചിരി പൊങ്ങച്ചത്തിലുള്ള സാക്ഷ്യം പറയാൻ പറ്റും. പക്ഷേ എന്നൊരു ഗോഡ് ഈസ് ആസ്കിങ്, ഓക്കെ, വിൽ യു ലവ് ഹിം? സോ യെസ് എന്ന് പറയേണ്ടി വരുന്ന ഒരു ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത്, ടെസ്റ്റ് ഓഫ് ലവ്, ടെസ്റ്റ് ഓഫ് പേഷ്യൻസ്, ടെസ്റ്റ് ഓഫ് ഹോപ്പ്. അങ്ങനെ ടെസ്റ്റുകൾ ഒത്തിരി ഉണ്ടല്ലോ. ഒത്തിരി പാസ്സായിട്ട് വേണമല്ലോ അടുത്ത പ്രൊഫൈൽ ചേഞ്ച് ഉണ്ടാകാൻ. നമ്മുടെ ചർച്ചുകളായിക്കോട്ടെ, ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് എല്ലാം വലിയ വലിയ മെഗാ ചർച്ചുകളുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉള്ള ചർച്ചുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, വലിയ വലിയ മരങ്ങളായി ഇത് വളർന്നു, ഒരുപാട് നല്ല പച്ച ഇലകളും എല്ലാം ഉണ്ട്, പക്ഷേ ഇതിലൊന്നും ഫ്രൂട്ട് കാണുന്നില്ല. ഈ കാലഘട്ടത്തിൽ ഫ്രൂട്ട് ഇല്ലാതെ ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നിയിട്ടില്ലേ? അത് പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മൾ യേശുവിന് പകരമായിട്ട് യേശുവിനെ തന്നെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. യേശുവിന് പകരം ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റോ അല്ലെങ്കിൽ ജ്ഞാനമോ അല്ലെങ്കിൽ ഡിഗ്രികളോ സ്ഥാനങ്ങളോ മാനങ്ങളോ അവസരങ്ങളോ പണമോ ഒന്നും യേശുവിന് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ 1 Corinthians 13 പറയുന്നത്, ജ്ഞാനമോ അത് നീങ്ങിപ്പോവും, കൃപാവരങ്ങൾ മാറിപ്പോകും, ഭാഷാവരം നിന്നു പോകും, പക്ഷേ നാം അവനെ മുഖാമുഖം കാണും. അന്നേരം പിന്നെ ആർക്കും പ്രസംഗിക്കേണ്ടി വരത്തില്ല, ആരും പിന്നെ ജ്ഞാനം പറയേണ്ടി വരത്തില്ല, എഴുതേണ്ടി വരത്തില്ല. കാരണം ജ്ഞാനമായവനെ, ജീവനായവനെ നമ്മൾ നേരിട്ട് കാണുകയാണ്. ആ പ്രത്യാശയാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം കഴിച്ചു പോകും. കാരണം ഒത്തിരി അനീതിയുള്ള ഒരു ലോകത്തിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. അപ്പോൾ അത് മുഖാന്തരം മാത്രമേ ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ് നമ്മിൽ നിന്ന് പുറത്തേക്ക് ഒഴുകത്തുള്ളൂ. അല്ലെങ്കിൽ ആൾക്കാർ നോക്കിക്കഴിയുമ്പോഴേക്കും സ്റ്റേജിൽ വലിയ പുള്ളിയാണ്, പക്ഷേ താഴെ ഇറങ്ങിക്കഴിയുമ്പോൾ അതല്ല, ആൾ ഊടായിപ്പാണ് എന്ന് പറഞ്ഞാൽ ദൈവനാമത്തിന് മഹത്വമല്ല. പിന്നെ നമ്മളൊന്നും പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് എപ്പോഴും ദൈവഹിതത്തിന് സമർപ്പിക്കപ്പെടുവാൻ ഉള്ളൊരു മനോഭാവത്തോടെ ഇരുന്നാൽ ദൈവം നമ്മെ വളരുമാറാക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ വർഷിപ്പിനെ പറ്റിയും ഒത്തിരി അനുഭവങ്ങളെല്ലാം പങ്കുവെച്ചു. ഈ 2024-25 നമ്മൾ ഒരു വർഷം കഴിഞ്ഞു. ഇനിയും നമ്മുടെ ലൈഫിൽ കർത്താവ് ആഗ്രഹിച്ചൊരു പർപ്പസിൽ എത്തേണ്ടതുണ്ട്, എത്താത്തവരുണ്ട്, എല്ലാം ഉണ്ട്. ഈ പ്രോഗ്രാം പ്രത്യേകിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ യുവാക്കൾ എല്ലാവരും ഈ ഒരു പുതുവത്സരത്തോട് ചേർന്ന് തന്നെ ബ്രദറിന് പറയാനുള്ള മെസ്സേജ് എന്താണ്? പറയാനുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ 2025 ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരുപാട് എല്ലായിടത്തും പറയുന്ന മെസ്സേജാണ്, സീസൺ മാറുന്നു. അപ്പോൾ സീസൺ മാറുന്നു എന്ന് പറയുന്നത് നമ്മൾ മാറുന്നുവെങ്കിൽ സീസൺ മാറുമ്പോൾ മാറ്റങ്ങൾ എല്ലായിടത്തും കാണാൻ പറ്റും. ഫ്രൂട്ടില്ലാതെ വലിയ മരങ്ങളായിട്ട് കാര്യമില്ല. സീസൺ മാറിയാൽ നമ്മൾ പഴയ സ്ഥലത്ത് തന്നെ നിൽക്കും. അതുകൊണ്ടാണ് ഭയങ്കര കൃപാവരങ്ങളുള്ള ആൾക്കാരുണ്ട്, ഭയങ്കരമായ അനോയിൻറ്റിങ് ഉണ്ട്. പക്ഷേ ദി അനോയിൻറ്റിങ് കംസ് ടു ട്രാൻസ്ഫോം അസ്. പരിശുദ്ധാത്മാവിനാൽ മാത്രമേ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവർ പലപ്പോഴും അവർ ശക്തിയുടെ ഒരു പ്രദർശനശാലയാകാൻ മാത്രം ആഗ്രഹിക്കുമ്പോൾ ഫ്രൂട്ട് ഇല്ലാതെ വരുന്നത്
കണ്ടിട്ട് പലപ്പോഴും ജനം ദുഃഖിക്കാറുണ്ട്. അപ്പോൾ 2025 അങ്ങനെ സംഭവിക്കാതെ നമുക്ക് നമ്മളെ ചെത്തിവെടിപ്പാക്കുന്നത് അധികം ഫലം കായ്ക്കാനാണ് എന്നുള്ള ഒരു ബോധത്തോടെ ജീവിച്ചാൽ ഇറ്റ് വിൽ ബി ഫാൻറ്റാസ്റ്റിക്. ഒരു പാട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പാടിയിട്ട് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു റെവലേഷൻ സോങ് ആണ് അത്. എനിക്ക് സ്ക്രിപ്ചർ മുഴുവൻ പാടണമെന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ്. അങ്ങനെ നിങ്ങൾ യൂട്യൂബിൽ പോയാൽ ജെനസിസ് ചാപ്റ്റർ 1, Psalms 22, Psalms 23, Song of Solomon chapter 1 ഒക്കെ നമ്മൾ മ്യൂസിക് ആയിട്ട് പാട്ട് പോലെ പാടിയിട്ടുണ്ട്. അതിനകത്ത് ബുക്ക് ഓഫ് റെവലേഷനിലെ കോണ്ടൻറ്റ് ഒരു പ്രത്യേകമാണ് എന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലാവുന്നത്. സോ ഇറ്റ് ഈസ് വെരി പവർഫുൾ വേഴ്സസ് ഓഫ് ദ ബൈബിൾ. അതുപയോഗിച്ചിട്ട് ഒരു പാട്ട് രൂപത്തിൽ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടും സന്ദേശവുമാണ്. പ്രേക്ഷകർക്കായി നമുക്കിപ്പോൾ അത് ലൈവായിട്ട് യെസ് അത് ഞാൻ ഇപ്പോൾ പാടാം. സോ ഐ വിൽ പ്രേ ഓൾസോ ആൻഡ് ദെൻ ഐ വിൽ സിങ്. ഇപ്പോൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഹെവൻലി ഫാദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, we have been living in this world until now. അനേക കണ്ടേജിയസ് ഡിസീസസ്, അനേകർ അപകടങ്ങളിൽ മരിച്ചുപോയി, അനേകർ മാറാരോഗങ്ങൾ ബാധിച്ച് കർത്താവെ അവർ എടുക്കപ്പെട്ടു. ഭക്തരും അഭക്തരും ഒരുപോലെ മരിച്ചു. കർത്താവെ വിശേഷിച്ചിരിക്കുന്ന ആയുസ് ദൈവഹിതം ചെയ്ത് നിന്നെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുവാനും അതിനാൽ ആത്മാവിൻ്റെ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾക്ക് 2025 വരെ കഴിയാതിരുന്നത് യേശുവിനോടുള്ള അനുരൂപത്വം കർത്താവെ ഞങ്ങളിൽ വെളിപ്പെടുവാൻ ദ ഫോർമേഷൻ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു ഞങ്ങളിൽ ഉരുവാകുന്ന ഒരു വർഷമായി തീരട്ടെ. ഈ പ്രേക്ഷകരെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ലോകമെമ്പാടും വാച്ച് ചെയ്യുന്ന എല്ലാവരിലും ക്രിസ്തു ഉരുവാകുവാൻ ഇടയായ ഒരു വർഷമായി 2025 തീരട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഹാർവസ്റ്റ് ടിവിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ബിബി ബ്രദറിനെയും സിജി സിസ്റ്ററിനെയും കുടുംബത്തെയും ദൈവകരങ്ങളിൽ തരുന്നു. അവരുടെ സ്റ്റാഫിനെയും അവരുടെ അഡ്മിനിസ്ട്രേഷനെയും അവരുടെ പ്രോഗ്രാമുകളെയും എല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. ഇവിടെ നടക്കുന്ന ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന എല്ലാ ബ്രോഡ്കാസ്റ്റിങ്ങും കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ നിൻ്റെ നാമത്തിന് മഹത്വമായി എന്ന സാക്ഷ്യം പിതാവായ ദൈവം കർത്താവെ ഹിയസ് ഞങ്ങളെക്കുറിച്ച് എല്ലാം പറയാൻ കൃപ പെരുകട്ടെ. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. മഹത്വം നിനക്ക് തരുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Revelation song. Look, he is coming with the clouds, and every eye will see him, even those who pierced him. And all peoples on earth will mourn because of him. So shall it be. Amen. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏതു കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ആമേൻ. പരിശുദ്ധനാം പിതാവേ, പരിശുദ്ധനാം പുത്രനേ, പരിശുദ്ധയാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ.
അനുഗ്രഹിക്കട്ടെ. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും ദൈവം ശില്പിയായി നിർമ്മിക്കുന്ന നഗരത്തിൽ നിന്നും പുറത്തു തന്നെ. Holy, holy is the Lord. Holy, holy is the Father. Holy, holy is the Son. Holy, holy is the Spirit. Hallelujah, 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 hallelujah. Christ, who testifies these things, says, yes, I'm coming quickly. Amen. Amen. Come, Lord Yeshua, come. Holy, holy is the Father. Holy, holy is the Son. Holy, holy is the Spirit. Hallelujah, hallelujah, hallelujah. Look, he is coming. അവൻ മേഘാരൂഢനായി വരുന്നു. ആമേൻ, ആമേൻ, ആമേൻ. Thank you. താങ്ക് യു ബ്രദർ. ഈ 2024 കഴിഞ്ഞ് 25 അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് ഇനിയും പ്രയോജനപ്പെടട്ടെ. ദൈവരാജ്യത്തിന് നല്ല ഫലം കായ്ക്കുന്ന ഒത്തിരി എന്താ പറയുക, മ്യൂസീഷ്യന്മാരെ ഒന്ന് ട്രെയിൻ ചെയ്യാനും അവരെ അഡ്വൈസ് ചെയ്യാനും എല്ലാം ദൈവം സഹായിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു.